എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും, ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും, സാരമില്ലെന്നോതിടും തന്മാവിലെന്നെ ചേർത്തിടും, സാരമില്ലെന്നോതിടും തന്മാവിലെന്നെ ചേർത്തിടും. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ. ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. സംഭവങ്ങൾ കേൾക്കവേ കമ്പമുള്ളിൽ ചേർക്കവേ, സംഭവങ്ങൾ കേൾക്കവേ കമ്പമുള്ളിൽ ചേർക്കവേ, തമ്പുരാന്റെ തിരുവചനമോർക്കവേ പോരാടവേ, തമ്പുരാന്റെ തിരുവചനമോർക്കവേ പോരാടവേ. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. പ്രൈസ് ദി ലോർഡ്. ഈ അനുഗ്രഹീത രാത്രിക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ, ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാം രാത്രിയിൽ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ അനുഗ്രഹീത ദൈവമക്കൾക്കും, വിശേഷാൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ മധ്യയിൽ ഇന്ന് പകലും രാത്രിയിലും ശുശ്രൂഷയ്ക്കായി കടന്നു വന്ന കർത്താവിൻ ദാസൻ പാസ്റ്റർ റിജു ജോസഫ് ഒഡീഷ അവർകൾക്കും, ജോബിൻ പാസ്റ്റർ, മറ്റെല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് ഹൃദ്യമായി നമ്മോട് സംസാരിച്ചതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എത്ര പേരത് വിശ്വാസത്തോടെ ഏറ്റെടുത്തിട്ടുണ്ട്? ഹല്ലേലൂയ. യഥാർത്ഥമായി ദൈവം ഈ നാളുകളിൽ നമ്മിലൂടെ ആഗ്രഹിക്കുന്നത് ആത്മാവിൽ ഒരു മുന്നേറ്റമാണ്. ഭൗതികമെല്ലാം അതോടൊപ്പം ദൈവം നമുക്ക് തരും. ദൈവം സൗഖ്യം തരത്തില്ല എന്നുള്ളതല്ല, വിടുതൽ തരത്തില്ല എന്നുള്ളതല്ല, ദൈവമെല്ലാം അതോടുകൂടെ തന്നുകൊണ്ടേയിരിക്കും. എന്നാൽ നമ്മുടെ മുഖ്യമായ ലക്ഷ്യമെന്ന് പറയുന്നത് ആത്മീയ വിഷയമായിരിക്കണമെന്നുള്ള, നിത്യതയായിരിക്കണമെന്നുള്ളത്, ആത്മാവിൽ വളർച്ചയായിരിക്കണമെന്നുള്ളത്. ഹല്ലേലൂയ. മുൻപേ കർത്താവിൻ്റെ വിഷയം ആത്മാവ് സംബന്ധിച്ച് ബലപ്പെടണമെന്നുള്ളത് ഇന്ന് പകൽക്കാലം വ്യക്തമായി കർത്താവിൻ്റെ ദാസനിലൂടെ ദൈവം നമുക്ക് തരുവാനിടയായി. തുടർന്നും കേൾക്കുന്ന വചനങ്ങളെ ഏറ്റെടുത്ത് കർത്താവിൻ്റെ പാദപീഠത്തിൽ അനുഗ്രഹമായി മുൻപോട്ട് പോകുവാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഇന്ന് രാത്രിയിലും കർത്താവേ, അവിടുന്ന് എന്നോട് സംസാരിക്കണമേ, പോകേണ്ടുന്ന വഴി കാണിച്ചു തരണമേ, അവിടുത്തെ വചനം എന്നോട് ഇടപെടണമേ എന്നുള്ള വലിയ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. തുടർന്നുള്ള നിമിഷങ്ങളിലെ ശുശ്രൂഷകൾക്കായിട്ട് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ റിജു ജോസഫ് അവരെ ക്ഷണിച്ചു കൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധമുള്ള നാമം ഈ മനോഹരമായ രാത്രിയിൽ വാഴ്ത്തപ്പെടട്ടെ. ദൈവസ്നേഹത്താൽ ക്രിസ്തുയേശുവിലുള്ള കൂട്ടായ്മയിൽ ഈ രണ്ടാം സെഷനിലും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ അടുത്തു വരുവാൻ സർവ്വകൃപാലുവായ ദൈവം നൽകി തന്ന നല്ല ഭാഗ്യപദവിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ദൈവസഭയുടെ ശുശ്രൂഷകരായിരിക്കുന്ന ബഹുമാന്യ ദൈവദാസന്മാർ, ബഹുമാന്യനായ ടി.എം. കോശി പാസ്റ്റർ അവറുകൾ, പാസ്റ്റർ ജോബിൻ ജോസഫ് അവറുകൾ, ഒപ്പം നമ്മുടെ PMGCയുടെ ജനറൽ ട്രഷററായിരിക്കുന്ന ബഹുമാന്യ കർത്തൃദാസൻ പാസ്റ്റർ ഫെർഡിനൻഡ് തോമസ് അവറുകൾ, മറ്റ് ദൈവദാസന്മാർ, കർത്താവിൻ്റെ ദാസൻ സനു, ദൈവജനം, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, എല്ലാ ദൈവമക്കൾക്കും
കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരു പ്രാവശ്യം കൂടി സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. നിങ്ങളോടൊപ്പം ഈ കഴിഞ്ഞ പകലിലും ഈ രാത്രിയിലുമായി ദൈവസന്നിധിയിൽ സമയങ്ങൾ ചെലവഴിപ്പാനും ശുശ്രൂഷയോടെ നിങ്ങളുടെ മുമ്പാകെ നിൽപ്പാനും ദൈവം നൽകിയ നല്ല ഭാഗ്യ പദവിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് നമ്മളോട് ആഴമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ സ്നേഹം, നമ്മളോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ തിരിച്ചറിയേണ്ടുന്നത് ഒരു മികച്ച എന്തെങ്കിലും ഒരു കാര്യസാധ്യങ്ങൾ ലഭിക്കുമ്പോഴല്ല. ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളോടുള്ള കർത്താവിൻ്റെ സ്നേഹം നമ്മൾ അറിയേണ്ടുന്നത് സൗഖ്യങ്ങളിലോ മറുപടികളിലോ വാതിലുകളിലോ ഒന്നുമല്ല. തൻ്റെ വചനത്തിൻ്റെ രഹസ്യങ്ങൾ നമ്മളോട് തുറന്ന് സംസാരിക്കുമ്പോൾ വചനം അതിൻ്റെ മറ നീക്കി നമ്മളോട് ഇടപെടുന്ന ആ വേളയാണ് കർത്താവിന് നമ്മളോടുള്ള ആഴമായ സ്നേഹം നാം മനസ്സിലാക്കേണ്ടുന്നത്. സ്തോത്രം. അപ്പോഴും ഈ അത്ഭുതങ്ങളോ അടയാളങ്ങളോ ഞാൻ നിസാരവൽക്കരിക്കുകയല്ല, അത് വലിയ കാര്യമാണ്. എന്നാൽ അത് ദൈവസഭയെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം നമ്മുടെ പുറകിലാണ്. കർത്താവിൻ്റെ സ്നേഹം അതാണ് ഏറ്റവും പരമപ്രധാനമായത്. ഈ ദിനങ്ങളിലും ദൈവം തൻ്റെ സ്നേഹം അനേകരെ ദൈവം ഈ ദിനങ്ങളിൽ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. സ്തോത്രം. ഞാനിവിടെ നിന്ന് ഒറീസയിലേക്ക് പോകുമ്പോൾ പലരും എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. കർത്താവ് നൽകിയ ഒരു ദർശനത്തോടെ നിയോഗത്തോടെയാണ് ഞാൻ ഈ കേരളം വിട്ട് ഒറീസയിലേക്ക് യാത്ര ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർ, എൻ്റെ വേദികളിൽ എന്നെ പരിചിതരായ എൻ്റെ സ്നേഹിതരായ ദൈവദാസന്മാരൊക്കെ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇവിടെ പ്രസംഗിച്ചതുപോലെ അവിടെ പ്രസംഗിക്കാൻ പറ്റുമോ? ഇവിടെ നമ്മൾ വളരെ ആഴമായി ദൈവവചനം പറഞ്ഞിട്ട് അവിടെ ചെല്ലുമ്പോൾ വളരെ ഇത്രയും ഗൗരവമായി ദൈവവചനം പറയാൻ പറ്റുമോ? അതിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നവരാണോ എന്നൊക്കെ ചോദിച്ചവരുണ്ട്. ഒരാൾ എന്നോട് വഴക്കുണ്ടാക്കി. അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങളെ കേരളത്തിന് വേണ്ടി അഭിഷേകം ചെയ്തതാണ്, അതാണ് ഭാഷയും വചനവും ഒക്കെ ദൈവം നൽകിയത് ഇവിടുത്തെ വേണ്ടിയാണ്. ഞാൻ പറഞ്ഞു, അങ്ങനല്ല. ഇവിടെ ദൈവശബ്ദത്തിന് മുമ്പിൽ മലയാളിയെന്നോ മറാഠിയെന്നോ ഒന്നുമില്ല. എല്ലാവരും മനുഷ്യരായിട്ടാണ് കർത്താവ് കാണുന്നത്. ഹല്ലേലൂയ. അപ്പോൾ കർത്താവിൻ്റെ സ്നേഹം, ഞാൻ ഗ്രാമങ്ങളിലൊക്കെ ചെന്ന് ദൈവവചനം പറയുമ്പോൾ ഇവിടുത്തെ പ്രഭാഷണ ശൈലിയൊന്നുമല്ല, അത് മറ്റൊരു ഭാഗമാണെങ്കിലും കണ്ണുനീരോടെ ദൈവജനം വചനത്തിന് മുമ്പിൽ രൂപാന്തരപ്പെടുന്നതും മറ്റുള്ള സഭകളിൽ നിന്ന് നമ്മുടേതല്ല വെളിയിൽ നിന്നുള്ള പാസ്റ്റർമാരടക്കം ഞങ്ങൾക്കും വചനം പഠിക്കണം എന്ന് പറഞ്ഞ് രാത്രിയിലൊക്കെ വീട്ടിൽ വന്നിരിക്കാറുണ്ട്. അനേക ഗ്രാമങ്ങളിൽ ദൈവം തൻ്റെ വചനത്തിൻ്റെ ശക്തിയെ, ദൈവം തൻ്റെ പ്രവർത്തികളെ അയച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. അതുകൊണ്ട് ദൈവം തൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുന്നതിൻ്റെ അതിപ്രധാനമായ ഘടകം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതെല്ലാം തിരുവെഴുത്തുകളുടെ മറ നീക്കി നമ്മളോട് സംസാരിക്കുന്നതാണ്. ഇന്ന് ഈ കഴിഞ്ഞ ദിനങ്ങളിലും കഴിഞ്ഞ പകലിലും ഈ ദിവസങ്ങളിലൊക്കെ ദൈവാത്മാവ് ആ വിധത്തിൽ ദൈവജനത്തോട് ഇടപെടുന്ന വലിയ സ്നേഹത്തിനായി സ്തോത്രം. നമ്മൾ കഴിഞ്ഞ പകൽ സംസാരിച്ചു വന്ന നമ്മൾ ഇടയിൽ വായിച്ചൊരു വാക്യഭാഗമുണ്ട്. അത് ഇവിടെ പ്രിയ സഹോദരി പ്രാർത്ഥനയിൽ ആ വാചകം ഉച്ചരിച്ചു. ഞാൻ അതിനെ ഒന്ന് നിന്ന് സംസാരിക്കാൻ ഇന്ന് രാത്രി ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. എഫെസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം നമ്മൾ കഴിഞ്ഞ പകലെടുത്ത സന്ദേശത്തോടനുബന്ധമായി അത് വായിച്ചിരുന്നു. ആ വാക്യത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. മൈക്ക് ഓണാക്കണം ആൻറ്റി. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും. നമ്മൾ അതൊരു വലിയ വാക്യമാണ്. കഴിഞ്ഞ പകലിലെ ഭാഗം പറഞ്ഞു. ഒരു വലിയ പ്രാർത്ഥനയാണ്. അപ്പോസ്തലനായ പൗലോസിൻ്റെ വിവിധങ്ങളായ പ്രാർത്ഥനകളിൽ ഒരു പ്രധാനമായ ഭാഗമാണ് ഇവിടെ വായിച്ചു കേട്ടത്. സമയം കഴിഞ്ഞ പകലിലെ പോലെ നമുക്ക് രാത്രിയിൽ ദീർഘമായി എടുക്കുന്നത് ഉചിതമായ കാര്യമല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ദീർഘമായ ആമുഖങ്ങളിലേക്കൊന്നും പോകാതെ വചനത്തിലേക്ക് ഓടി വന്ന് പ്രാർത്ഥിപ്പാൻ കർത്താവിൽ ഞാനും ശരണപ്പെടുകയാണ്. നമ്മൾ വായിച്ചത് അപ്പോസ്തലനായ പൗലോസിൻ്റെ ശ്രദ്ധേയമായ ഒരു പ്രാർത്ഥനാവാചകമാണ്. നിങ്ങൾ നോക്കൂ, പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന് നമ്മൾ പകൽ ഒരാത്മീയൻ്റെ പ്രാർത്ഥനയുടെ ഒരു മാതൃകയാണ് നമ്മൾ കണ്ടതല്ലേ. നമ്മളുടെ വിഷയങ്ങളെ വലുതായി കാണാതെ സ്തോത്രത്തോടെ അറിയിക്കുക. ആമേൻ. നമ്മളെ സംബന്ധിച്ച് കുറച്ച് പറയുക,
നമ്മുടെ ആത്മീയത സംബന്ധിച്ച് അധികം പറയുക, അല്ലേ? അതിന് നമ്മൾ കഴിഞ്ഞ പകൽ വരാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു. അധികം ദണ്ണിപ്പിച്ച, അധികം ക്ലേശിപ്പിച്ച ശൂലം മാറാൻ പൗലോസ് 3 വട്ടം പ്രാർത്ഥിച്ചു, അല്ലേ? പൗലോസ് 3 വട്ടം പ്രാർത്ഥിച്ചു. ആ 3 വട്ടം ഇത്രയേറെ ദണ്ണിപ്പിച്ച ക്ലേശങ്ങൾ പൗലോസിൻ്റെ അവസാന നാഴികയിൽ പൗലോസ് പറയുന്നുണ്ട്, നീ വരുമ്പോൾ തിമോത്തിയോസിനോട് പറയുന്നുണ്ട്, പുതപ്പും കൂടെ, ചർമ്മലിഖിതങ്ങളും പുതപ്പും കൂടെ കൊണ്ടുവരണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തിനാ പുതപ്പ് ആവശ്യപ്പെട്ടേ? വരാനുള്ള ശീതകാലം താങ്ങാനുള്ള കപ്പാസിറ്റി ഒന്നും പൗലോസിൻ്റെ ശരീരത്തിൽ ഇല്ലായിരുന്നു. ആമേൻ. അതുകൊണ്ടാണ് താൻ പുതപ്പ് ആവശ്യപ്പെടുന്നത്. പക്ഷേ ആ പുതപ്പ് ഇങ്ങ് എത്തുന്നതിന് മുമ്പ്, എന്നാൽ ഇത്ര കാലം ശക്തിയേറി ശുശ്രൂഷ ചെയ്ത ഒരാൾ അറ്റ്ലീസ്റ്റ് ആ മരണസമയത്തെങ്കിലും ആ ജയിലിനകത്തെങ്കിലും ഒരു പുതപ്പ് പുതച്ചെങ്കിലും ആശ്വസിച്ചോട്ടെ എന്ന് കർത്താവ് വിചാരിച്ചില്ല. ഇത്രയേറെ ത്യാഗപൂർണമായ തീരുമാനങ്ങൾ എടുത്തവൻ ആ പുതപ്പിങ്ങി എത്തുന്നതിന് മുമ്പ് തമ്പുരാൻ കഴുത്തറത്തങ്ങ് എടുക്കുകയായിരുന്നില്ലേ? സ്തോത്രം. ഭക്തന്മാരുടെ ചരിത്രങ്ങൾ മാത്രം നോക്കിയാൽ മതി. ആത്മീയ ജീവിതം ശരീര സംരക്ഷണത്തിൻ്റെ മാർഗമല്ല എന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ ജഡശരീരത്തിൻ്റെ ഈ ലോകത്തിൻ്റെ സംവിധാനങ്ങളുടെ സംരക്ഷണത്തിൻ്റെ മാർഗമല്ല ആത്മീയ ജീവിതം. വീണ്ടും പറയുന്നു, സുഖജീവിതമല്ല, ജയജീവിതമാണ്. ഏറെ ദണ്ണിപ്പിച്ച ശൂലം മാറാൻ 3 പ്രാവശ്യവും ആമേൻ. എന്നാൽ രാവും പകലും കണ്ണീർ വാർത്തു. എന്തിനു വേണ്ടി? ശൂലത്തിന് വേണ്ടിയല്ല, ഏൽപ്പിക്കപ്പെട്ട സഭകൾക്ക് വേണ്ടി, ജനത്തിൻ്റെ വിടുതലിന് വേണ്ടി. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം പ്രസവ വേദനപ്പെടുന്നു എന്ന് ആമേൻ പൗലോസ് പറയുന്നു. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകേണ്ടതിനാണ് ആ വേദന അനുഭവിച്ചത്. ആമേൻ. ദുഃഖിച്ചത് ആത്മീയതയ്ക്ക് വേണ്ടി, തങ്ങളിൽ ഭരമേൽപ്പിച്ച നിയോഗങ്ങൾക്ക് വേണ്ടി അധികം കരഞ്ഞിരുന്നു, അധികം പ്രാർത്ഥിച്ചിരുന്നു പൗലോസ്. ഞാൻ ആ ഭാഗം ഒന്നുകൂടെ ദൈവമക്കളോട് പറയുകയാണ്. നമ്മളെ സംബന്ധിച്ചതൊക്കെ നമുക്ക് ചുരുക്കമാക്കാം. നമ്മുടെ മേലുള്ള വീണ്ടെടുപ്പ് സംബന്ധിച്ചത്, ആത്മീയത സംബന്ധിച്ചത്, ആമേൻ, നിത്യത സംബന്ധിച്ചത്, നിത്യതയുടെ ഒരുക്കം സംബന്ധിച്ചതൊക്കെ നമുക്ക് അധികം പറഞ്ഞ് പ്രാർത്ഥിക്കാം. അതിനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. എത്രയൊക്കെ സംരക്ഷിച്ചാലും ആമേൻ ഒരു ദിവസം ഇത് നമ്മൾ ഉപേക്ഷിച്ചു പോകണം. ഒരു രൂപാന്തരമാണ് നമുക്ക് വച്ചിരിക്കുന്ന ആത്യന്തികമായ വിടുതൽ. അത് നമ്മൾ പ്രാപിച്ചേ മതിയാകുകയുള്ളൂ. ഹല്ലേലൂയ. ഞാൻ ആ ഭാഗമെല്ലാം വിട്ടുവരികയാണ്. അപ്പോൾ ഈ പൗലോസിൻ്റെ ശ്രദ്ധേയമായൊരു പ്രാർത്ഥനയാണ് നമ്മൾ ഇവിടെയും കണ്ടത്. ഇതും നമുക്ക് മാതൃകയാക്കാൻ കൊള്ളാവുന്ന വളരെ ഗൗരവമേറിയ ഒരു പ്രാർത്ഥനയാണ്. നിങ്ങൾ നോക്കണം, ഇത് പൗലോസിൻ്റെ പ്രാർത്ഥനയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് മാത്രം വേണമെങ്കിൽ പറഞ്ഞാൽ മതി. പക്ഷേ പൗലോസിനെ നിങ്ങൾ നോക്കി, തൻ്റെ പ്രാർത്ഥനാ വാചകം ആമേൻ, അടുത്തൊരു തലമുറ ഇന്ന് രാത്രിയിലും അത് പ്രസംഗിക്കത്തക്കവണ്ണം താൻ ദൈവത്തോട് കരഞ്ഞത്, താൻ ദൈവത്തോട് പ്രാർത്ഥിച്ചത് ഈ കാലത്തും ഇന്ന് രാത്രിയിലും പ്രസംഗിക്കത്തക്കവണ്ണം അതൊരു പാഠമായി, പ്രബോധിപ്പിക്കത്തക്കവണ്ണം ആമേൻ അതൊരു ഉപദേശമായി, സഭകളെ പഠിപ്പിക്കത്തക്കവണ്ണം അത് ഗൗരവമുള്ള സന്ദേശമായി, അത് എഴുത്തുകളായി മാറി. പ്രാർത്ഥനയിൽ പറഞ്ഞത് എഴുത്തുകളായി മാറി. അടുത്തൊരു തലമുറ വായിച്ചറിയത്തക്കവണ്ണം, അടുത്തൊരു തലമുറ പഠിക്കത്തക്കവണ്ണം, പ്രസംഗിക്കത്തക്കവണ്ണം അത് ലിഖിതങ്ങളായി മാറി. ദൈവജനമേ, മൂല്യമുള്ള പ്രാർത്ഥനകൾ നമ്മളിൽ നിന്ന് പുറത്തു വരണം. സ്വതന്ത്രം. എനിക്ക് തോന്നുന്നു ഈ കാലത്തിലുള്ള ഭൂരിഭാഗം പേരുടെയും പ്രാർത്ഥനകൾ കുഞ്ഞുങ്ങളോട് പോലും പറഞ്ഞു കൊടുക്കാൻ കൊള്ളാത്ത പ്രാർത്ഥനകളാണ്. സാമ്പത്തികവും, വണ്ടിയും, സിയും, ലോണും, രോഗവും, കഷ്ടതയും, പ്രയാസവും, നമ്മൾ സ്വാർത്ഥതകൾ കുത്തി നിറച്ച, ആവശ്യഭാരങ്ങൾ കൊണ്ട് നിറഞ്ഞ വെറും ജൽപ്പനങ്ങളായി നമ്മുടെ പ്രാർത്ഥനകൾ മാറുമ്പോൾ ആമേൻ അടുത്തൊരു തലമുറയ്ക്ക് പകർന്നു കൊടുക്കത്തക്കവണ്ണം മൂല്യമുള്ള വെളിപ്പാടുകളായി നമ്മളുടെ പ്രാർത്ഥനകൾ മാറണം. ദൈവദാസന്മാരെ, കാലമപ്പുറം കഴിയുമ്പോൾ നമ്മുടെ തലമുറ പറയണം, ഇതെൻ്റെ അപ്പം പ്രാർത്ഥിച്ചതായിരുന്നു, ഈ മാറ്റം എൻ്റെ സഭ കരഞ്ഞതാണ്, ഇതെൻ്റെ അമ്മയുടെ പ്രാർത്ഥന വാചകമായിരുന്നു, ഇതെൻ്റെ ജനം പ്രാർത്ഥിച്ചിരുന്നു, സഭ പ്രാർത്ഥിച്ചിരുന്നു, ദൈവദാസന്മാർ പ്രാർത്ഥിച്ചിരുന്നു എന്ന് പറഞ്ഞ്
അടുത്തൊരു കാലം എഴുന്നേൽക്കുന്ന തലമുറകൾ ഓർക്കത്തക്കവണ്ണം മൂല്യമുള്ള വെളിപ്പാടുകൾ നമ്മുടെ പ്രാർത്ഥനകളിൽ പുറത്തു വരട്ടെ, നമ്മുടെ സന്ധ്യപ്രാർത്ഥനകളിൽ പുറത്തു വരട്ടെ. ആത്മഭാരമുള്ള പ്രാർത്ഥനകൾ സന്ധ്യ പ്രാർത്ഥനകളിൽ ഉയരട്ടെ, പ്രഭാത പ്രാർത്ഥനയിൽ ഉയരട്ടെ. നമ്മുടെ വാക്കുകൾ വെളിപ്പാടുകളായി മാറട്ടെ. പൗലോസിന്റെ പ്രാർത്ഥനയാണിത്. എന്നാൽ അടുത്തൊരു തലമുറ മുഴുവനും എത്ര കാലം പിന്നിട്ടിട്ടും ആമേൻ ഒരു പ്രാർത്ഥനയാണെന്ന് പറഞ്ഞ് ആമേൻ തള്ളി മാറ്റുകയല്ല, സഭയോട് പഠിപ്പിക്കത്തക്കവണ്ണം അത് എഴുത്തുകളായി മാറിയിരുന്നു. അതിലെ ഗൗരവമേറിയ ഭാഗമാണ് നമ്മൾ ഇന്ന് രാത്രി ചിന്തിക്കുന്നത്. നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. ഞാൻ ആ ഒരു വാചകത്തെ, ആ ഒരു സെന്റൻസ് മാത്രം ഊന്നൽ കൊടുത്താണ് ഇന്ന് രാത്രി സംസാരിക്കുന്നത്. നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെട്ടു വരണം. നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്ന ഈ കാലത്ത്, ഈ കാലഘട്ടത്തെ അതിജീവിക്കാൻ, ഇന്നത്തെ പ്രതിസന്ധികളെ അതിജീവിക്കാൻ, ഈ കാലഘട്ടത്തിലെ വിപത്തുകളെ അതിജീവിക്കാൻ, പിശാച് കൊണ്ടുവരുന്ന ചെറുതും വലുതുമായ തൻ്റെ തന്ത്രങ്ങളെ അതിജീവിക്കാൻ സഭയ്ക്കനിവാര്യം, നമുക്കനിവാര്യം നമ്മുടെ അകത്തെ മനുഷ്യൻ ബലം പ്രാപിക്കുക എന്നതാണ്. ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ പകൽ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. മനുഷ്യ ശരീരത്തെ നമുക്ക് മൂന്നായി തിരിക്കാമെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? ആത്മാവ്, പ്രാണൻ, ദേഹം. എന്നാൽ സാധാരണ മനുഷ്യന്റെ ക്രമം എങ്ങനായിരുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്? ദേഹം, ദേഹി, ആത്മാവ്. നമ്മുടെ പാട്ടുകൾ വരെയും ആ ടോണിലാണ്, ദേഹം, ദേഹി, ആത്മാവ്. അമ്മേൻ പകൽ ഞങ്ങൾ ഊന്നൽ കൊടുത്ത് പറഞ്ഞൊരു ഭാഗമായിരുന്നു, അമ്മേൻ ദേഹം, ദേഹി, ആത്മാവ് എന്ന ക്രമം ഉടയണം. ആത്മാവ്, പ്രാണൻ, ദേഹമെന്ന ആ ഓർഡറിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് ആത്മീയ ജീവിതം വിജയകരമാകുന്നത്. സ്വതന്ത്രം. ജഡത്തെ വലുതായി, ഈ ശരീരത്തെ വലുതായി കാണാതിരിക്കുകയും ഈ ശരീരത്തെയും ഇതിൻ്റെ ആവശ്യങ്ങളെയും ഇതിൻ്റെ നൊമ്പരങ്ങളെയും ഇതിലെ വൈകാരികതകളെയും ആമേൻ ഒന്നും വലിയതായി കാണാതിരിക്കുകയും എന്നാൽ അകത്തെ മനുഷ്യൻ്റെ ആവശ്യത്തെ വലുതായി കാണുകയും ചെയ്യണം. അതാണ് ആത്മീയ ജീവിതമെന്ന് പറയുന്നത്. അതിനാണ് നമ്മൾ ഉപവസിക്കുന്നത്, അതിനാണ് ഭക്ഷണമൊക്കെ വെടിഞ്ഞ് ദൈവസന്നിധിയിൽ കരയുന്നത്. അത് ജഡത്തെ പോഷിപ്പിക്കാനല്ല, ജഡത്തിൻ്റെ കാര്യങ്ങൾ നേടാനല്ല. ഉപവാസം ഒരിക്കലും സമരമുറയൊന്നുമല്ലല്ലോ, ഉപവാസം ഒരിക്കലും സമരമുറയൊന്നുമല്ലല്ലോ. ആമേൻ. അത് നമ്മുടെ അകത്തെ മനുഷ്യനിലേക്ക് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ സമയങ്ങൾ മാറ്റുകയാണല്ലേ. ഹല്ലേലൂയ. നിങ്ങൾ നോക്കൂ, ആമേൻ. ആത്മാവ്, പ്രാണൻ, ദേഹം എന്ന ക്രമത്തിലേക്ക് നമ്മൾ എത്തണം. ആമേൻ. ആത്മാവ്, പ്രാണൻ. ഇന്നത്തെ ദൂതുകൾ നിങ്ങൾ നോക്കിയേ, ദേഹത്തെക്കുറിച്ചല്ലേ ആദ്യം പറയുന്നത്? മുഴ പറഞ്ഞ്, മുടന്ത് പറഞ്ഞ്, ആമേൻ, വേദന പറഞ്ഞ്, പനി പറഞ്ഞ്, പ്രശ്നം പറഞ്ഞ്, അതും രണ്ട് അന്യഭാഷയെ കഴിയുമ്പോൾ ആത്മാവിലേക്കൊന്നും എന്ത് ചെയ്യുന്നില്ല, എത്തുന്നില്ല. ശരീരത്തിനുള്ളത് കിട്ടുന്നുണ്ട്, മനസ്സിനുള്ളത് കിട്ടുന്നുണ്ട്, ആത്മാവിനുള്ളത് കിട്ടുന്നില്ല. നമ്മൾ ആരാധനയ്ക്ക് വരുന്നത് എങ്ങനെയാ? ശരീരം ഓക്കെയാണെങ്കിൽ നമ്മൾ ആരാധനയിലെത്തും. എന്നാൽ യേശുവിൻ്റെ കാലത്ത് അങ്ങനെയല്ലായിരുന്നു. ശരീരം ഓക്കെ അല്ലാത്തവരൊക്കെയാണ് സഭയ്ക്ക് ആമേൻ കർത്താവിൻ്റെ അടുക്കിലേക്ക് പ്രസംഗം കേൾക്കാനും ആമേൻ നന്മ പ്രാപിക്കാനൊക്കെ ഓടി വന്നത്. ഞാൻ ഞങ്ങളുടെ സഭകളിൽ, നമുക്കവിടെ നമ്മുടെ സഭകളിൽ പറയാറുണ്ട്, വിശ്വാസികൾ ആരെങ്കിലും ഇന്ന് വയ്യ വരുന്നില്ല എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, വരണ്ട, ആമേൻ ഞങ്ങളെല്ലാം കൂടെ അങ്ങോട്ട് വന്ന് പ്രാർത്ഥിച്ചോളാം എന്ന് പറയണം. അപ്പോൾ ആ പനി മാറും, അപ്പോഴാ പ്രതിസന്ധി മാറും. ഇന്നത്തെ ആരാധന സഹോദര നിൻ്റെ വീട്ടിൽ വെക്കുകയാണ്, ഞങ്ങളെല്ലാവരും അങ്ങോട്ടങ്ങ് വരികയാണ്. വരുന്നില്ല, കട്ടിലോടെടുത്തുകൊണ്ട് യേശുവിൻ്റെ സന്നിധി കൊണ്ടുവന്ന ചരിത്രം ആദ്യ 1 നൂറ്റാണ്ടിലുണ്ട്, അല്ലെങ്കിൽ യേശുവിൻ്റെ കാലത്തിലുണ്ടല്ലേ. ഇവിടെ ആരോഗ്യമുള്ളവരെല്ലാം കൂടെ വരുന്ന സ്ഥലമല്ലല്ലോ. ഞായറാഴ്ച രാവിലെ എഴുന്നേറ്റ് ഫുൾ ബോഡി ചെക്കപ്പാണ്. എന്ത് കാരണം പറഞ്ഞ് ആരാധനയ്ക്ക് പോകാതിരിക്കാം? പനിയാണ്, തലവേദനയാണ്, ആരാധന മുടക്കി, പക്ഷേ ഉച്ചയ്ക്കത്തെ ഊണ് മുടക്കിയില്ല. ആരാധന മുടക്കി. തീരെ വയ്യെങ്കിലും 11 മണി കഴിയുമ്പോൾ ചാർജ് ആവും. എത്ര വയ്യെങ്കിലും വിറച്ചാണെങ്കിലും നല്ല അടിപൊളി അവിയൽ വെക്കും. ഉച്ചയാകുമ്പോഴത്തേക്ക് രുചിയൊന്നും ഇല്ലെന്ന് പറഞ്ഞാലും 3-4 കറി കൂട്ടി നമ്മൾ കഴിച്ചിരിക്കും. ജഡത്തിനുള്ളത് മുടക്കുന്നില്ല, ആത്മാവിനുള്ളത് മുടക്കിക്കൊണ്ടിരിക്കുന്നു. ആത്മാവിനുള്ളത് നമുക്ക് വയ്യെങ്കിൽ കൃത്യമായി ഹോസ്പിറ്റലിൽ എത്തുമല്ലോ, ഡോക്ടർ പറയുന്നത് കൃത്യമായി പാലിക്കുമല്ലോ.
സ്വതന്ത്രം ചിലരൊക്കെ നടക്കുന്ന കാണുമ്പോഴേ അറിയാം, പേടിച്ച് നടക്കുകയാണ്. മോർണിംഗ് വാക്കിങ്, ഈവനിങ് വാക്കിങ്. ഡോക്ടർ പറഞ്ഞ് നടക്കണമെന്ന്, പാസ്റ്റർ പറഞ്ഞ് ആരാധിക്കാൻ അത് പറ്റില്ല, ഡോക്ടർ പറഞ്ഞ് നടക്കാൻ അത് കൃത്യമായി പാലിക്കും. സ്വതന്ത്രം നമ്മളെപ്പോഴും നമ്മുടെ ബോഡിയെ സംബന്ധിച്ച്, ശരീരത്തെ സംബന്ധിച്ച് ആകുലതകളുള്ളവരാണ്. സ്വതന്ത്രം അത് ഞാൻ മാത്രം നീതിമാനും എൻ്റെ കേൾവിക്കാരെല്ലാം പാപികളുമായി ചിത്രീകരിച്ചുകൊണ്ടല്ല നാം അടങ്ങുന്ന സമൂഹം. ഞാൻ ഏതൊരു ആരോപണം മുന്നോട്ട് വെച്ചാലും അതിൽ പ്രതികളിൽ പ്രധാനിയായി നിന്നുകൊണ്ടേ സംസാരിക്കാറുള്ളൂ. അമ്മേൻ, സ്വയനീതീകരണമല്ല. ഇത് നമ്മൾ അടങ്ങുന്നൊരു സമൂഹത്തിൻ്റെ പ്രശ്നമാണ്. നമ്മളെ പ്രതി നമ്മൾ അധികം ആകുല ചിന്തപ്പെടാറുണ്ട്. അമ്മേൻ. സന്ധ്യാപ്രാർത്ഥന ഉഴപ്പിയാലും നമ്മൾ അത്താഴം ഉഴപ്പിയാലല്ലോ. വചനവായന, നമുക്ക് വചനം വായിക്കുമ്പോൾ ഭയങ്കര പ്രശ്നമല്ലേ, ഉറക്കം വരികയല്ലേ. പക്ഷെ മണിക്കൂറുകളോളം വീഡിയോ കണ്ടിരുന്നാൽ നമുക്ക് ഉറക്കം വരില്ലല്ലോ. രാഷ്ട്രീയം പറയാൻ ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നുണ്ടല്ലോ, അത് കേൾക്കാൻ നമുക്ക് ആനന്ദമാണല്ലോ. തമാശകളിൽ നമ്മൾ സന്തോഷിക്കുന്നുണ്ടല്ലോ. നമ്മുടെ കണ്ണും കാതും എല്ലാം ഈ ലോകത്തിന് വിട്ടുകൊടുത്തിട്ട് പ്രതികൂലം വരുമ്പോൾ നിവർത്തിയില്ലാതെ വന്ന് ദൈവമേ വിടിവിക്കണമെന്നും പറഞ്ഞാൽ കർത്താവ് മൈൻഡ് ചെയ്യല കേട്ടോ. നമ്മുടെ സമയങ്ങൾ അധികവും റീൽസിന് വിട്ടുകൊടുത്തിട്ട്, സമയങ്ങൾ അധികവും യൂട്യൂബിന് വിട്ടുകൊടുത്തിട്ട് വന്നിരുന്ന് പ്രാർത്ഥിച്ചാലൊന്നും തമ്പുരാൻ തിരിഞ്ഞു നോക്കുകയില്ല. നമുക്കവന് വേണ്ടി വേർതിരിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ആമേൻ. ഒരു ഹല്ലേലൂയ എന്ന് പറയാമോ? നമ്മളെല്ലാം, ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ എൻജിനീയർ ആയിരിക്കാം, ഡോക്ടറായിരിക്കും, നമ്മൾ വലിയ ആളുകളൊക്കെ ആയിരിക്കാം, പക്ഷേ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെല്ലാവരും മക്കളാണ്. ആ ഫീലിങ്ങോടെ വേണം ദൈവസന്നിധി വരാൻ. നമ്മളിവിടെ ഇമേജ് ബിൽഡിംഗ് ഒന്നും വേണ്ട, നമ്മളെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. അപ്പൻ്റെ സന്നിധിയിലാണ് വന്നിരിക്കുന്നത്. ആമേൻ. അവനോട് നമുക്ക് ഹൃദയംഗമായി നമുക്ക് പ്രതികരിച്ചേ മതിയാകത്തുള്ളൂ. ഞാൻ ആ ഭാഗമെല്ലാം വിടുന്നു, സമയം വളരെ വേഗം കടന്നു പോകുന്നു. അപ്പോൾ പരിഹരിക്കപ്പെടേണ്ടത് ജഡത്തിലെ പ്രശ്നങ്ങളല്ല, അത് വലിയ പ്രശ്നമല്ല. പരിഹരിക്കപ്പെടേണ്ടത് അകത്തെ മനുഷ്യൻ്റെ വിഷയങ്ങളാണ്. ആമേൻ. നമുക്കതിലേക്കൊന്ന് വരാം. എബ്രായ ലേഖനം 11-ാം അധ്യായം, എബ്രായ ലേഖനം 12-ാം അധ്യായം, അതിന്റെ 12-13 വാക്യങ്ങളൊന്ന് വായിക്കണം. എബ്രായ ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവീൻ, മുടന്തുള്ളത് ഉളുക്കിപ്പോകാതെ ഭേദമാകേണ്ടതിന് നിങ്ങളുടെ കാലിന് പാത നിരത്തുവീൻ. മതി. ഇവിടെ ഈ 2 വാക്യങ്ങളിൽ 12-13 വാക്യങ്ങളിൽ ഒരാൾ രൂപത്തെയാ കാണുന്നത്, അല്ലേ? ഒരാൾ രൂപത്തെയാ കാണുന്നത്. ഇത് ആത്മ മനുഷ്യൻ്റെ, ഞാൻ ഈ വാക്യത്തിന് കൊടുക്കുന്ന തൂക്കമെന്ന് പറയുന്നത് ഇത് അകത്തെ മനുഷ്യൻ്റെ, ഇത് ആത്മ മനുഷ്യൻ്റെ മെഡിക്കൽ റിപ്പോർട്ടാണ്, ഒരു പരിശോധനാ ഫലമാണിത്. എന്താ പറഞ്ഞത്? അവിടെ കാൽ മുടന്തുണ്ട്, ഉളുക്കുണ്ട്, തളർന്ന കൈയും, തളർന്ന കൈ തളർന്നിരിക്കുന്നു, കാലിന് മുടന്തുണ്ട്, ഉളുക്കിപ്പോകാൻ സാധ്യതയുണ്ട്. നോക്കൂ, ആരോഗ്യപൂർണമായ ഒരു ആൾ രൂപമാണോ നമ്മളവിടെ കണ്ടേ? ആണോ? അല്ല. എന്താണ് ഈ 12-13 വാക്യങ്ങൾ വായിക്കുമ്പോൾ എന്താണ് പരിശുദ്ധാത്മാവിന് സഭയോട് പറയാനുള്ളത്? പരിശുദ്ധാത്മാവ് എബ്രായ സഭയോട് പറയുകയാണ്, അല്ലെ പൗലോസ് ആമേൻ ലേഖനത്തിലൂടെ സഭയോട് പറയുകയാണ്, നിങ്ങളുടെ ആത്മ മനുഷ്യൻ ഇപ്പോൾ അപകടാവസ്ഥയിലാണ്. നോക്കൂ, ഈ പരുവത്തി മുമ്പോട്ട് പോയാൽ വീണ്ടും പ്രശ്നങ്ങളെ ഉണ്ടാകത്തുള്ളൂ. ഇത് പുറമേ ഉള്ള ശരീരത്തെക്കുറിച്ചല്ല പറയുന്നത്, പുറത്തെ ശരീരത്തിന് രോഗമോ കഷ്ടമോ അല്ല ഇവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇവിടെ അവരുടെ അകത്തെ മനുഷ്യൻ്റെ വീക്ഷണമാണ്. എന്താണ് അകത്തെ മനുഷ്യൻ്റെ പ്രശ്നം? ആരോഗ്യമില്ല. കാല്, ചുരുക്കി പറഞ്ഞാൽ ഒരു വികലാംഗമായ രൂപം, അല്ലേ? വികലാംഗൻ എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്നോടൊപ്പം ഉണ്ടോ നിങ്ങൾ? വികലാംഗമായിരിക്കുന്നു, വൈകല്യമുള്ളൊരു രൂപം, ബലഹീനമായൊരു രൂപം, നേരെ ഒന്നും നടക്കാൻ പോലും കഴിയാത്തൊരു രൂപം. ഇത് അകത്തെ മനുഷ്യനെ കുറിച്ച്. അപ്പോൾ പുറത്തെ മനുഷ്യനോ? പുറത്തെ മനുഷ്യന് കുഴപ്പമൊന്നുമില്ല. പുറത്തെ മനുഷ്യന് കുഴപ്പമൊന്നുമില്ല.
പുറത്തെ മനുഷ്യന് ഒരു പ്രോബ്ലവും ഇല്ലെന്ന് നമുക്ക് ആദ്യം മുതൽ പറയാൻ കഴിയും. ആദ്യ സമയങ്ങൾ മുതൽ നമ്മൾ വായിക്കുമ്പോൾ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അറിയാം. 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയുന്നുണ്ട്, 5-ാം അധ്യായം 11-12 വാക്യം 12 മുതൽ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറയാനുണ്ട്. എങ്കിലും നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ളവരായി തീർന്നതുകൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമം. നിങ്ങൾ മാന്യമുള്ളവരല്ലായിരുന്നു, മാന്യമുള്ളവരായി തീർന്നു പോയതാണ്. ആമേൻ. മാന്യം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അല്പം സ്റ്റാൻഡേർഡ് മലയാളം ഉപയോഗിച്ചിരിക്കുന്നത്. ആമേൻ. യേശു കർത്താവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മന്ദബുദ്ധികളെ എന്നുള്ള വിളിയാണ്. സ്തോത്രം. മന്ദബുദ്ധികളെ. നിങ്ങൾ പാസ്റ്റർമാരൊക്കെ ചില വേദികളിൽ അനുഭവിക്കുന്നൊരു ദുഃഖമായത്, പറയാൻ ഒത്തിരി ഉണ്ട്, കേൾക്കാൻ മാന്യതയാണ് ജനത്തിന്. ബാക്കി ആഘോഷങ്ങളെല്ലാം ഉണ്ട്. കീബോർഡ് അങ്ങോട്ട് താളത്തിന് വായിക്കുമ്പോൾ നൃത്തം ചെയ്യും, ആരാധിക്കും, എല്ലാം ചെയ്യും. പക്ഷേ ഞാൻ പകൽ പറഞ്ഞതുപോലെ ദൂതുകളുടെ മുമ്പിൽ കരയും, ആരാധിക്കും, പാട്ടിഷ്ടമാണ്, ഋതവിഷ്ടമാണ്. പക്ഷേ തിരുവഴുത്തുകളുടെ മുൻപിൽ അവർ മാന്ദ്യമുള്ളവരായി മാറി. ഞങ്ങൾക്ക് ഒത്തിരി പറയാനുണ്ട്, പക്ഷെ കേൾക്കാൻ നിങ്ങൾ മാന്യമുള്ളവരായിരിക്കുകയാണ്. ഇനി എന്താ പ്രശ്നം താഴ്ത്തു വരുമ്പോൾ പറയാം, എന്താണ് ഇപ്പോൾ ഈ മാന്ദ്യതയും മന്ദമായി പോയതിൻ്റെ അല്ലെങ്കിൽ മാന്ദ്യം അനുഭവിക്കുന്നതിന്റെ കാരണമൊക്കെ താഴ്ത്തു വായിക്കും. അടുത്ത വാക്യത്തിൽ നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാർ ആയിരിക്കേണ്ടുന്ന നിങ്ങൾക്ക് ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. കാലം നോക്കിയാൽ ഇപ്പോൾ നിങ്ങൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടവരാണ്. പുറമെ ഒരു കംപ്ലൈന്റും ഇല്ല. അത് ഞാൻ ആ കാലം നോക്കിയാൽ, ആ കാലം എന്ന് പറഞ്ഞത് ഏകദേശം 27-ലധികം വർഷമാണ്. ഏകദേശം 27-ലധികം അല്ലെ 30ഓളം വർഷം എടുക്കുന്നു. രക്ഷിക്കപ്പെട്ട സമയം തൊട്ട് ഇന്ന് വരെ നോക്കിയാൽ ഏകദേശം 30ഓളം വർഷം എടുക്കുന്നു. അതാണ് കാലം നോക്കിയാൽ. ഇന്നലെ ഇന്നും വന്നവരല്ല. കാലം നോക്കിയാൽ നിങ്ങൾ ഉപദേഷ്ടാക്കന്മാരാണ്. എൻ്റെ ഭാവന പറയാം, വരവും നടപ്പും ഇരുപ്പും നോട്ടമൊക്കെ കണ്ട പ്രൊഫസറുടെ പവറാണ്. പക്ഷെ അടുത്തിരിക്കുന്ന ബാഗ് പിടിച്ചു നോക്കിയാൽ അതിനകത്ത് പാലും കുപ്പി വെച്ചേക്കുന്ന കാണാം. അതാണ് കംപ്ലൈന്റ്. ഹലോ, എന്തുകൊണ്ട് അകത്തെ മനുഷ്യൻ ബലഹീനനായി മാറി? എന്തുകൊണ്ട് ആത്മമനുഷ്യൻ സൗന്ദര്യം നഷ്ടപ്പെട്ടവനായി, ആരോഗ്യം നഷ്ടപ്പെട്ടവനായി, ആത്മമനുഷ്യന്റെ മുഴങ്കാലുകൾ കുഴഞ്ഞ് കൈ തളർന്ന് ഉളുക്കിപ്പോകാൻ സാധ്യതയുള്ള ബലഹീനതയിലേക്ക് എത്തിയതിന്റെ കാരണം അവൻ ഇടയിൽ എവിടെയോ അവരിലുണ്ടായ കാഴ്ചപ്പാടിന്റെ മാറ്റം. സ്തോത്രം. ഇവിടെ ഞാൻ സ്തോത്രം പറയിപ്പിക്കും, കാരണം നോർമലി വരില്ല. സ്തോത്രം. കാലം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടവരാണ്. പഠിപ്പിക്കാൻ കപ്പാസിറ്റി ഉള്ളവരായി പോയി. വരവ്, നോട്ടം, ഇരിപ്പ് എല്ലാം ഗൗരവമാണ്. പക്ഷേ അടുത്തിരിക്കുന്ന ബാഗ് തുറന്നു നോക്കിയാൽ പല ടൈപ്പിലുള്ള പാലും പത്രം, അല്ലെങ്കിൽ ഞാൻ കൂര കലക്കി വെച്ചിരിക്കുന്നു. നമ്മുടെ ഈ കൈക്കുഞ്ഞുങ്ങളുമായിട്ട് വരുന്ന അമ്മമാരെ കണ്ടിട്ടില്ലേ? അവർ വലിയൊരു ബാഗൊക്കെ ആയിട്ടാണ് വരുന്നത്. ഇടയ്ക്കെല്ലാം കുലുക്കി സർബത്ത് കൊടുക്കുന്ന പോലെ ഇടയ്ക്ക് അവരവിടെ ഇരുന്ന് എല്ലാം മിക്സ് ചെയ്ത് കുലുക്കി കുഞ്ഞുങ്ങൾ കൊടുക്കുന്നതാണ്. ഏതാണ്ട് ഈ പരുവാണ് സഭകൾ മൊത്തം. ഹല്ലേലൂയ. അവിടെ താഴ്ത്തു വായിക്കുമ്പോൾ പറയുന്നുണ്ട്, ഇപ്പോഴും നിങ്ങൾക്ക് കട്ടിയായുള്ള ആഹാരം നിങ്ങൾക്ക് വേണ്ട. കട്ടിയായുള്ള ആഹാരമല്ല, പാലത്രയും പാല് കൂടി. അച്ഛാ 30 വർഷമായിട്ടും പാല് കൂടി മാറിയിട്ടില്ലെന്ന്. പിന്നെ നമ്മൾ കുടിക്കുന്നതിന്റെ രീതിക്ക് വ്യത്യാസം ഉണ്ടെന്നുള്ള ഐറ്റം പഴയത് തന്നെ. പാലല്ലാതെ മാറി ഒന്നും കൊടുക്കാൻ വിതരണക്കാരന്റെ കയ്യിൽ ഒന്നുമില്ലെന്ന്. ചില സഭകളിലോട്ടൊക്കെ കയറി ചെന്ന ഐസ്ക്രീം പാർലറിൽ ചെന്ന മൂടാ. ഐസ്ക്രീം പാർലറിൽ കയറിയ ഓരോ ടേബിളിൽ ഓരോ ഫ്ലേവറാണ്. 4 പേര് കയറിയ 4 ഫ്ലേവർ. ഒരാൾക്ക് വാനില, ഒരാൾക്ക് ചോക്ലേറ്റ്, ഒരാൾക്ക് ബ്ലാക്ക്ബെറി, ഒരാൾക്ക് ബ്ലൂബെറി,
ഒരാൾക്ക് പുട്ട് ഐസ്ക്രീം, ഒരാൾക്ക് ടവർ ഐസ്ക്രീം, ഒരാൾക്ക് കപ്പ് ഐസ്ക്രീം, ഒരാൾക്ക് പലരും പല അഭിരുചിയോടെയാ വന്നിരുന്ന് എൻജോയ് ചെയ്ത് നാവിനെ രുചിപ്പിച്ച് സമയങ്ങൾ മുഴുവനും സംതൃപ്തരായി അവർ മടങ്ങുന്നു. അകത്തെ മനുഷ്യൻ പണിയപ്പെടുന്നില്ല. ആദ്യപാഠങ്ങളെ തന്നെ ഞാൻ പകല് പറഞ്ഞല്ലോ, ഇന്നും തുടക്കകാലത്തിന്റെ മനോഭാവം സൂക്ഷിക്കുന്ന ആ നിലപാടുകൾ ഇന്ന് രാത്രി മാറണം. ആ മാറ്റം വെച്ചാൽ പാലും പാത്രത്തിന് മാറ്റം ഉണ്ടായി. 30 വർഷം കൊണ്ടുണ്ടായ മാറ്റം. ഞാൻ രക്ഷിക്കപ്പെട്ട നാളിൽ, ജനിച്ച നാളിൽ ചെറിയ ഫീഡിംഗ് ബോട്ടിലായിരുന്നു. അന്നൊരു പാലും പാത്രം അത്യാവശ്യമായിരുന്നു. വേറൊരാൾ ഇതിൻ്റെ പിന്നിൽ വേണമായിരുന്നു പാലെടുത്ത് തരാൻ, നമ്മളെ ഫീഡ് ചെയ്ത് എടുത്തുകൊണ്ട് ഇങ്ങനെ താലോലിക്കാനും കൊണ്ട് നടക്കാനൊക്കെ ഒരാൾ. പക്ഷെ 30 വയസ്സുള്ളവനെ എവിടെ എടുക്കും, എങ്ങനെ കൊണ്ടു നടക്കും? പക്ഷെ ഇന്നും ആ താലോലിക്കുന്ന, ആ സന്തോഷിപ്പിക്കുന്ന, കളിപ്പിക്കുന്ന ആ മനോഭാവമാണ് നമ്മൾ ഇന്നും സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ വന്ന ഇരിപ്പൊക്കെ ഇങ്ങനെയാണേലും നമ്മുടെ കുട്ടിത്തം വിട്ടിട്ടില്ല എന്നുള്ളതിന് ഒരു ചെറിയ ഉദാഹരണം പറയാം. ഭയങ്കര സമരമായിട്ടൊന്നും വരരുത്. സ്വതന്ത്രം ഒരു ചെറിയ ഉദാഹരണം. നമ്മുടെ കുട്ടിത്തം ഒന്നും വിട്ടിട്ടില്ല. 4ാം തലമുറയായിട്ടും മോനെ മോളെ എന്ന് വിളിക്കുമ്പോൾ നമ്മൾ ഏങ്ങി കരയാറില്ലേ? ഇന്നും കർത്താവിന് നമ്മളോട് സംസാരിക്കണമെങ്കിൽ എൻ്റെ മകനെ, എൻ്റെ മകളെ എന്ന് വിളിക്കുമ്പോൾ നമ്മൾ ഫ്ലാറ്റാ. കാരണം ആ കുട്ടിത്തം നമ്മളിൽ ഇന്നും കിടക്കുകയാണ്. ചക്കരയെ, മൊത്തേ, പൊന്നെ എന്നൊക്കെ വിളിക്കും. വളർന്നുകൊണ്ടിരിക്കുന്ന ഒരാളെ മോനെന്ന് വിളിച്ചില്ലെങ്കിലും മോൻ തന്നെയല്ലേ. പാസമോനോട് ഇരിപ്പുണ്ട്. കൈക്കുഞ്ഞായിരിക്കുമ്പോൾ അവനെ താലോലിച്ചു. പക്ഷേ ഇച്ചിരി വലിയ ആളൊക്കെ ആയിക്കഴിയുമ്പോൾ എൻ്റെ ചക്കരയെ, പൊന്നെ എന്നൊക്കെ വിളിക്കുമോ? എൻ്റെ മൂത്ത ആൾ 6ാം ക്ലാസ്സിൽ പഠിക്കുക. അവളെ തന്നെ നമ്മളൊന്ന് കൊഞ്ചിച്ച് വിളിച്ച അവൾ പറയും, പപ്പേ അടങ്ങിരി, പപ്പേ. അവൾ വളരെ സീരിയസ് ആണ്. അവർ കൈക്കുഞ്ഞാനല്ലേ, നീ എൻ്റെ മോളെ, നീ എൻ്റെ കുഞ്ഞല്ലേ. അമ്മേ അവർ പറയുന്നത് നിങ്ങളെന്തേ അങ്ങനെ പറയുന്നത്? ചില കാര്യങ്ങൾ പറയുമ്പോൾ കുഞ്ഞാന്ന് പറയും, ചില കാര്യങ്ങൾ പറയും വലിയ ആളാന്ന് പറയും. അവർക്ക് എപ്പോഴും വലിയ ആളാന്ന് കേൾക്കാനായിട്ട്, വളരുന്നു എന്ന് കേൾക്കാനാണ്. പക്ഷെ നമുക്കതിഷ്ടമല്ല. നമ്മൾ ഇന്നും ആ കുട്ടിത്തം വിട്ടുമാറാതാ വന്നിരിക്കുന്നത്. ഏതാ? മകനേ, മകളെ അല്ലേ. ഒരാൾ വന്ന് ഇങ്ങനെ പാല് തരണം, എന്നാലേ നമ്മളൊന്ന് ആത്മാവി ബലപ്പെടത്തുള്ളൂ. മിണ്ടുന്നില്ല. അത് തിരുവനന്തപുരത്ത് ആൾ പാല് തന്ന ഒത്തില്ലെങ്കിൽ അവൻ കോട്ടയത്ത് നിന്ന് ഇറക്കിയിരിക്കും. വേറെ രുചിയുള്ളതിനെ ഇറക്കിയിരിക്കും, കൊടുത്തിരിക്കും. ഞാൻ പകല് പറഞ്ഞല്ലോ, ലോക്കൽ പാസ്റ്റൊക്കെ ചെറുതും വരുന്നവർക്ക്. ആമേൻ. എന്തൊരു നിശബ്ദത. നമുക്കിന്ന് ആത്മാവിലൊന്നും ബലം പ്രാപിക്കണം. ഞാൻ വചനത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. ആമേൻ. ശ്രദ്ധിച്ചേട്ടെ, 30 വർഷം കൊണ്ട് എന്തോ ഉണ്ടായി? സനുപാസ്റ്റർ, മാറ്റം ഉണ്ടായത് വ്യക്തിക്കല്ല, പാലും പാത്രത്തിലാണ്. ഐറ്റം മാറിയിട്ടില്ല. പണ്ട് ചെറിയ ഫീഡിംഗ് ബോട്ടിൽ കൊടുത്തില്ല, ഇപ്പം പിന്നെ അണ്ടാവ് കണക്കിന് കലക്കി കൊടുക്കുക അല്ലേ. ജനറൽ കൺവെൻഷൻ ആണേലും മാസയോഗം ആണേലും പാല് കലക്കി പ്രാപിച്ചോ. ഇന്നും ആ പ്രാപിച്ചോ എന്നുള്ള സാധനം കേട്ടില്ല, നമുക്ക് സുഖമില്ല. ഹലോ, എന്നോടൊപ്പം ഉണ്ടോ? പാലും നമുക്ക് മറ്റു ആദ്യപാഠങ്ങളിൽ നമ്മളെല്ലാം പെർഫെക്റ്റ് ആണ്. രക്ഷ, സ്നാനം, മാനസാന്തരം, വിശ്വാസം, സ്വർഗമുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പിശാചും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. നമ്മൾ വിശ്വസിക്കുന്ന ആദ്യപാഠങ്ങൾ അത് തന്നെ പിശാചും വിശ്വസിക്കുന്നു. ആദ്യപാഠങ്ങളിൽ നിൽക്കുകയല്ല, ആഴത്തിലേക്ക് ഇറങ്ങണം. കട്ടിയായുള്ളത് കഴിക്കണം, കട്ടിയായുള്ളതിലേക്ക് എത്തിപ്പെടണം അല്ലേ. ഇവർ ഈ 30 വർഷം പിന്നിടുമ്പോഴും പാലുകൂടി മാറിയില്ല. അതിൻ്റെ അനന്തരഫലം ഇപ്പോഴും അവർക്ക് എന്തു വേണ്ട? കട്ടിയായുള്ള ആഹാരം വേണ്ട. കർശന നിയമങ്ങൾ പറഞ്ഞാൽ, വചനത്തിൻ്റെ പ്രകാശനം പങ്കുവച്ചാൽ, ഉപദേശം പറഞ്ഞാൽ, വ്യവസ്ഥ പറഞ്ഞാൽ മുഖം വാടുകയും, എന്നാൽ മകനെ, മകളെ, നീ പോകാൻ പോവാ, പ്രാപിക്കാൻ പോവാണെന്നൊക്കെ പറയുമ്പോൾ ആനന്ദിക്കുകയും ചെയ്യുന്ന ബാലിശമായ നടപടി. സ്വതന്ത്രം. ഞാൻ ഇന്ന് രാത്രി ദൈവമക്കളോട് പറയാം, നമ്മുടെ അകത്തെ മനുഷ്യനൊന്ന് കരുത്ത് പ്രാപിക്കേണ്ടുന്നത് അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ ആത്മമണ്ഡലങ്ങൾ ബലം പ്രാപിക്കേണ്ടുന്നത് അത്യന്താപേക്ഷിതമാണ്.
പാല് തെറ്റല്ല, പക്ഷെ അളവിലധികമുള്ളത്. പാലുകൂടി മാത്രമായി പോയ ശീലങ്ങളെല്ലാം ആമേൻ ആത്മീയ ലോകത്ത് നിന്ന് മാറേണ്ടുന്നത് അത്യന്താപേക്ഷിതമാണ്. നമുക്ക് കട്ടിയായിട്ടുള്ള ആഹാരത്തെ പാനം ചെയ്യണം, കഴിക്കണം. വളർച്ച പ്രാപിക്കേണ്ടുന്നത് അത്യന്താപേക്ഷിതമാണ്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ പറയുന്നു, അച്ഛാ, നമ്മുടെ സിറ്റുവേഷൻ അല്ല മാറേണ്ടുന്നേ. നിങ്ങൾ അകപ്പെട്ടിരിക്കുന്ന ചുറ്റുപാടുകളല്ല മാറേണ്ടുന്നത് നമ്മുടെ സാഹചര്യമല്ല, നാമാണ് മാറേണ്ടുന്നത്. പഴയ നിയമത്തിൽ ഇസ്രായേലിനെ സാഹചര്യങ്ങളെ പരിഹരിച്ചവരെ പുറത്തു കൊണ്ടുവന്നു. സാഹചര്യങ്ങളെ പരിഹരിച്ചവരെ വെളിയിൽ കൊണ്ടുവന്നു. കണ്ണ് കാണെ ചെങ്കടല് തുറന്നു കൊടുത്തു. കണ്ണ് കാണെ യോർദാൻ തുറന്നു കൊടുത്തു. ഫറവോനെ മുക്കിക്കൊന്നു. സിറ്റുവേഷൻ മുഴുവനും മാറ്റിക്കൊണ്ട് ഇവരെ പുറത്തു കൊണ്ടുവന്നു. ഇവരെ മരുഭൂമിയിൽ എത്തിച്ചു. മരുഭൂമിയുടെ സാഹചര്യമാണ് മാറ്റിയത്. ഇവർക്ക് വലിയ മാറ്റമൊന്നുമില്ല. മരുഭൂമിയുടെ കാഠിന്യതയാ മാറ്റിയത്. ഇവർക്ക് വലിയ മാറ്റമൊന്നുമില്ല, അല്ലേ? 40 വർഷം യഹോവയ്ക്ക് ആ ജനത്തോട് നീരസം ഉണ്ടായിരുന്നെന്ന്. എന്ന് വെച്ചാൽ ഈ ഇറച്ചി കഴിക്കുമ്പോഴും, ഈ മന്ന വാങ്ങിക്കുമ്പോഴും, ചെരുപ്പ് തേയാതിരിക്കുമ്പോഴും, വസ്ത്രം മുഷിയാതിരിക്കുമ്പോഴുമൊക്കെ യഹോവയ്ക്ക് നീരസം കൂടെ ഉണ്ടായിരുന്നെന്ന്. എന്നാ പ്രാപിച്ചോ ഇറച്ചി എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോഴും തമ്പുരാൻ ഇറച്ചിയൊന്നും സന്തോഷത്തോടെ കൊടുത്തൊന്നും അല്ല. നീരസം ഇരിക്കുക ഇറച്ചി കൊടുത്തേ, നീരസം ഇരിക്കുക ഉടുപ്പ് തേയാതിരുന്നേ, നീരസം ഇരിക്കുകയാണ് അവർ ഈ അത്ഭുതങ്ങളൊക്കെ പ്രാപിച്ചത്. സിറ്റുവേഷൻ മാറിയിരുന്നു, ആള് മാറിയില്ല. എന്നാൽ പുതിയ നിയമത്തിൻ്റെ തത്വം, പുതിയ നിയമത്തിൻ്റെ പ്രവൃത്തി, സിറ്റുവേഷൻ മാറിയില്ല, നമുക്ക് മാറ്റം തന്നു. ബന്ധനം അങ്ങനെ തന്നെ നിന്നു, നമുക്ക് മാറ്റം തന്നു. ബന്ധനത്തിൽ അയ്യം വിളിക്കാനല്ല, അവിടെ രണ്ടുപേരും പാട്ട് പാടി ഒന്ന് ആനന്ദിക്കാൻ. രോഗം അങ്ങനെ തുടരുകയാണ്, എന്നാൽ മാറ്റം തന്നു. ആ രോഗത്തെ പ്രതി തളരാതിരിക്കാനും അയ്യം വിളിക്കാതെ, ജാതികളെ പോലെ ജൽപ്പനം ചെയ്യാതെ, ആമേൻ, ഭയപരവശരായി സാധാരണ മനുഷ്യനെ പോലെ ആകാതെ ഒരാത്മീയനെ പോലെ ധൈര്യം ഏറ്റെടുക്കാൻ മാറ്റം നമ്മളിലാ തന്നത്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നമ്മളിലാ മാറ്റം തന്നതല്ലേ. ആമേൻ. ഞാനൊരു കാര്യം അധികാരത്തോടെ പറയാം. പകൽ പറഞ്ഞ ഒരു വാചകം ഞാൻ ആവർത്തിക്കുകയാണ്. ജഡപ്രകാരമുള്ള ഒരു കഷ്ടങ്ങളിലും നിങ്ങൾ തളർന്നു പോകരുത്. പുറമേ നമ്മുടെ സിറ്റുവേഷന്, നമ്മുടെ സാഹചര്യങ്ങൾക്ക്, നമ്മൾ നിൽക്കുന്ന ഇടങ്ങൾക്ക്, ഇടപാടുകൾക്ക് മാറ്റമുണ്ടായില്ല എന്നോർത്ത് നിങ്ങൾ ഭാരപ്പെടരുത്. മാറ്റമുണ്ടാകേണ്ടുന്നത് എനിക്കാണെന്നുള്ള ഉത്തമമായ ബോധ്യമുണ്ടാകട്ടെ. മാറ്റമുണ്ടാകേണ്ടത് നമ്മുടെ കാഴ്ചപ്പാടുകൾക്കാണെന്ന് ആമേൻ നമുക്ക് ബോധ്യമുണ്ടാകട്ടെ. പത്മോസിലേക്ക് യോഹന്നാനെ പത്മോസിലേക്ക് നാട് കടത്തുമ്പോൾ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പത്മോസിലേക്ക് യോഹന്നാനെ നാട് കടത്തുമ്പോൾ അമ്മേൻ പത്മോസിൽ അകപ്പെട്ട് കിടക്കുന്ന യോഹന്നാനോട്, മോനെ, പത്മോസിന്റെ സ്ഥിതി മാറാൻ പോവാ, നീ പുറത്തു വരാൻ പോവാ, അമ്മേൻ, നിനക്കൊരു വിടുതൽ ഞാൻ വെച്ചിട്ടുണ്ട്. കർത്താവ് എന്തേലും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ലല്ലോ. പാവമേ യോഹന്നാനെ, നീ അനുഭവിക്കുന്ന വേദന മാറാൻ പോവാണെന്നോ, ഇന്നേക്ക് ഇത്ര മാസം നീ പുറത്തു വരാൻ പോവാണെന്നോ, അമ്മേൻ, നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നിന്ദിച്ചവരുടെ നടുവിൽ മാനിക്കൂന്ന് പോലും കർത്താവ് പറഞ്ഞില്ലല്ലോ. നമ്മളൊരു ഉപവാസ പ്രാർത്ഥന അത്രയെങ്കിലും കേട്ടില്ലെങ്കിൽ നമുക്കൊരു സന്തോഷം ഉണ്ടാകുകയില്ല. വ്യക്തിപരമായി ഒന്നും പറഞ്ഞില്ല. സിറ്റുവേഷൻ അങ്ങനെ തന്നെ നിൽക്കുകയാണല്ലേ, സാഹചര്യം അങ്ങനെ തന്നെ. പത്മോസ് അങ്ങനെ തന്നെ തുടരുകയാണ്. പക്ഷെ മാറ്റം ഉണ്ടായത് യോഹന്നാനിലാണ്. മാറ്റം ഉണ്ടാകേണ്ടത് നമ്മളിലാ സഹോദരങ്ങളെ. ുള്ള ശരീരത്തിന് നമ്മൾ എത്രത്തോളം മാനം കൊടുക്കുന്നോ, തൂക്കം കൊടുക്കുന്നോ, എത്രത്തോളം അതിന് വില കൊടുക്കുന്നോ, അതിൻ്റെ ഇരട്ടി മാനം കൊടുക്കണം അകത്തെ മനുഷ്യൻ്റെ ആരോഗ്യത്തിന്, അകത്തെ മനുഷ്യൻ്റെ മാറ്റത്തിന്,
അകത്തെ മനുഷ്യൻ്റെ രൂപാന്തരത്തിന് പത്മോസിൽ ഇറങ്ങി നിന്ന കർത്താവിൻ്റെ സാന്നിധ്യം ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തതുപോലെ യോഹന്നാന് മുമ്പിൽ ആമേൻ അരുമതമ്പുരാൻ്റെ സാന്നിധ്യം വെളിപ്പെട്ട് നിൽക്കുമ്പോൾ വെളിപ്പെട്ട് നിൽക്കുന്ന കർത്താവ് യോഹന്നാനോട് വ്യക്തിപരമായി ഒന്നും പറഞ്ഞില്ല. വല്ലതും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. പറഞ്ഞത് മുഴുവനും സഭയുടെ കാര്യമാണ്, പറഞ്ഞത് മുഴുവനും ദൈവരാജ്യത്തിൻ്റെ വെളിപ്പാടുകളാണ്, പറഞ്ഞത് മുഴുവനും പ്രതിഫലങ്ങളാണ്, പറഞ്ഞത് മുഴുവനും വാഴ്ചയാണ്. ഹല്ലേലൂയ. ഞാനെപ്പോഴും ഇങ്ങനെ എൻ്റെ ഭാവനയിൽ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. നമ്മൾ നോക്കിയാൽ അച്ഛാ യോഹന്നാൻ പത്മോസിൽ മരിച്ചവനെ പോലെ കിടപ്പുണ്ട്. പക്ഷേ യോഹന്നാനോട് ചോദിക്കണം, നീ എവിടാ? യോഹന്നാൻ പറയും, നിങ്ങൾ നോക്കുമ്പോൾ ഞാൻ മരിച്ചവനെ പോലെയാണെങ്കിലും ഞാൻ എഫെസോസ് കണ്ടുകൊണ്ട് കിടക്കുകയാണ്. ഞാൻ പ്രതികൂല സാഹചര്യങ്ങളിലാണ്, പക്ഷേ അമ്മേൻ ഞാനിപ്പോൾ സ്മുർണ കണ്ടുകൊണ്ട് കിടക്കുകയാണ്, ഞാൻ ലവോദിക്ക കണ്ടുകൊണ്ട് കിടക്കുകയാണ്, ഞാൻ സർദീസ് കണ്ടുകൊണ്ട് കിടക്കുകയാണ്, ഞാൻ പ്രതിഫലങ്ങൾ കണ്ടുകൊണ്ട് കിടക്കുകയാണ്. ഞാൻ ഇന്ന് അനുഭവിക്കുന്ന ജഡപ്രകാരമുള്ള കഷ്ടമല്ല വിഷയം, ഞാൻ സ്വർഗീയ വാഴ്ച കണ്ടുകൊണ്ട് കിടക്കുകയാണ്, സഭയുടെ വലിയ പ്രതിഫലം കണ്ടുകൊണ്ട് കിടക്കുകയാണ്, അരുമനാഥൻ്റെ തേജസ് കണ്ട് ആനന്ദിക്കുകയാണ്. നമ്മളെ തകർക്കാൻ പിശാച് കൊണ്ടുവരുന്ന ഇടങ്ങളിലും, തകർക്കാൻ പിശാച് നാട് കടത്തുന്ന, പിശാച് കടത്തിക്കൊണ്ടുപോകുന്ന, പിശാച് നമ്മളെ ബന്ധിക്കാൻ നോക്കുന്ന ഇടങ്ങളിലും ആത്മാവിൽ കരുത്തു പ്രാപിക്കുന്ന, സ്വർഗീയ ദർശനങ്ങൾ ഏറ്റെടുക്കുന്ന നമ്മുടെ ജഡപ്രകാരമുള്ള കഷ്ടങ്ങളെ പ്രതി തളർന്നു പോകാതെ, നമ്മൾ കിടക്കുന്ന ചുറ്റുപാടുകളെ പ്രതി വേദനപ്പെടാതെ, പരാതി പറയാതെ, അതിൻ്റെ അകത്തും കരുത്തു പ്രാപിക്കുന്ന ആത്മീയ സന്ദർശനം ഏറ്റെടുക്കും. ഒരു വലിയ ദൈവ സാന്നിധ്യം ഇന്ന് രാത്രിയിൽ തന്നെ ജനത്തിന്റെ മേൽ അത് വ്യാപരിക്കുകയാണ്. വായികൾ തുറന്ന് ദൈവത്തെ സ്തുതിച്ചുടങ്ങ്. ഒരു വലിയ ആത്മീയ സന്ദർശനം ഇന്ന് രാത്രി, ഒരു വലിയ ആത്മീയ ഇടപെടൽ ഇന്ന് രാത്രി തന്നെ ജനത്തിന്റെ മേലത് വ്യാപരിക്കുകയാണ്. സിറ്റുവേഷനിലല്ല മാറ്റം, മാറ്റം നമ്മളിലാണ്, നമ്മുടെ വാക്കുകളിലാണ്, നമ്മുടെ ഇടപാടുകളിലാണ്, നമ്മളോടുള്ള നമ്മുടെ മനോഭാവങ്ങളിലാണ് ആ മാറ്റം ദൈവാത്മാവ് നൽകാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഈ വാചകം ഇവിടെ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ ഓർമ്മപ്പെടുത്തിയതാണ്. പഴയ നിയമ ചരിത്രം മുഴുവനും അവരുടെ സിറ്റുവേഷനെ മാറ്റി. അവരങ്ങനെ തന്നെയാണ്, അല്ലേ? അവരങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ പുതിയ നിയമത്തിൽ അങ്ങനല്ല. സിറ്റുവേഷൻ അങ്ങനെ തന്നെയാണ്, കാരാഗ്രഹ പീഡനം അങ്ങനെ തന്നെയാണ്, പ്രതികൂലങ്ങൾ അങ്ങനെ തന്നെയാണ്. പക്ഷെ മാറ്റം തൻ്റെ ജനത്തിലാണ്, മാറ്റം പ്രാർത്ഥിക്കുന്നവനിലാണ്. അകത്തെ മനുഷ്യൻ ബലം, അവൻ പുറമേ ഉള്ളവൻ ക്ഷയിച്ചു പോയാലും അകമയുള്ളവൻ നാൾക്കുനാൾ ശക്തി പ്രാപിക്കും. ബലം പ്രാപിക്കണം. അകമയുള്ളവൻ ബലം പ്രാപിക്കണം. അമ്മേ, ഞാനൊരു കാര്യം പറയാം. ഒരു കൈ ഗുളിയൊന്നും കയ്യിലെടുത്തിട്ട് ആദ്യ കയറരുത് കേട്ടോ. ആമേൻ. വേദനപ്പെടരുത്. ജഡപ്രകാരമുള്ള ആമേൻ കഷ്ടങ്ങളിലൂടെ കടന്നു പോകാൻ ഭാരപ്പെടരുത്. രോഗം നമ്മുടെ ആത്മീയതയെ നിയന്ത്രിക്കരുത്. നമ്മുടെ ആത്മമണ്ഡലങ്ങൾ നമ്മുടെ രോഗത്തെ നിയന്ത്രിക്കണം. വിടുതൽ തന്നാലും ആമേൻ, ഇല്ലെങ്കിലും ആമേൻ. ഹല്ലേലൂയ. ഞാൻ കോവിഡ് വന്ന് എൻ്റെ ഹാർട്ട് ബ്ലഡ് ക്ലോട്ടായി സീരിയസ് സ്റ്റേജിൽ ഞാനും 7-8 ദിവസങ്ങളോളം കോഴഞ്ചേരി ഹോസ്പിറ്റൽ ICUവിൽ കിടന്നിരുന്നു. TM കോശി പാസ്റ്ററിനൊക്കെ ആ കാര്യം നന്നായി അറിയാം. രാപകലില്ലാതവരെല്ലാം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാണ്. രാവിലെ വർത്താനം പറയുന്നതിന് ഉച്ചയാകുമ്പം അവർ മരിക്കും. പിന്നെ 2-3 മണിക്കൂറും ആ ഡെഡ് ബോഡി അതിനകത്തിട്ടേക്കും. ICUവിനകത്ത് വളരെ ഭയാനകമായ സാഹചര്യങ്ങളിൽ. അമ്മേൻ, എന്നോടൊപ്പം ആ സമയത്ത് ആ ICUവിലുണ്ടായിരുന്ന എല്ലാവരും മരിച്ചു മാറി. അമ്മ ഇങ്ങനെ ബാഗ് ഇങ്ങനെ അടുക്കി ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്. ഓരോരുത്തരും മരിക്കും. അതിനകത്ത് പാക്ക് ചെയ്ത് കൊണ്ടുപോകുമ്പോഴും കിടക്കയിലേക്ക് ഇറങ്ങി വന്ന് സന്ദർശിച്ചൊരു ദൈവസാന്നിധ്യമുണ്ട്. നീ മരിക്കയില്ല, എൻ്റെ വേലയ്ക്ക് ഫലം വരേണ്ടതിന് ജീവനോടിരിക്കും. പൗലോസ് പറഞ്ഞൊരു വാക്കുണ്ട്, അമ്മേൻ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിക്കാൻ എനിക്ക് ഏറെ ഇഷ്ടം. സ്വർഗം പേടിയായതുകൊണ്ട്, പോകാൻ മടിയായതുകൊണ്ടൊന്നുമല്ല, വേലയ്ക്ക് ഫലം വരേണ്ടതിന് പൗലോസ് പറയുക, ഞാൻ ജഡത്തിലിരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ആ വാക്ക് ദൈവാത്മാവ് എന്നെ ബലപ്പെടുത്തുകയും, അമ്മേ, ഞാൻ
കോവിഡ് കാലമൊക്കെ കഴിഞ്ഞാണ് ഇവിടുന്ന് പോകുന്നത്. കർത്താവ് ജീവനൊക്കെ തിരിച്ചു തന്നു. പിന്നെ നമ്മൾ എന്തിനു നോക്കണം? ഇടം വലം നോക്കാതാണ് ഓടിപ്പോയത്. 100-150 കിലോമീറ്ററൊക്കെ ബൈക്ക് ഓടിച്ച് കടന്നു പോകുമ്പോൾ പോയി തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ 2 ദിവസം കിടപ്പായിരിക്കാം. പക്ഷേ ആ കിടപ്പിനൊരു സുഖമുണ്ട്. ആമേൻ. 40 കിലോമീറ്ററൊക്കെ ബൈക്ക് യാത്ര ചെയ്ത് 8-9 കിലോമീറ്റർ 46 കിലോമീറ്റർ ബൈക്ക് യാത്ര ചെയ്ത് ചെന്നിറങ്ങി പിന്നെ 8-9 കിലോമീറ്റർ മല കയറി ഇറങ്ങി ഗ്രാമങ്ങളിൽ ചെന്ന് സുവിശേഷം പറയും. തിരിച്ചു വരുമ്പോൾ കൈയും കാലും വിറയ്ക്കും, കുപ്പിയിലെ വെള്ളം തീരും. ആമേൻ. മരച്ചോട്ടി കിടന്നുറങ്ങും, ഒരുത്തിനെ കാവലെടുത്തിട്ട് കിടന്നുറങ്ങും. വീട്ടിലെത്തി ആഴ്ചകളോളം ആമേൻ ശ്വാസം മുട്ടൽ ആമേൻ ഭരിക്കാൻ തുടങ്ങി. കോവിഡിന് ശേഷം ശരീരം വളരെ ബലഹീനമാണ്. ആഴ്ചയിൽ നല്ല തുക ആമേൻ മരുന്നിന് വേണമായിരുന്നു. പക്ഷെ എന്നെ ധൈര്യപ്പെടുത്തിയൊരു കർത്താവുണ്ട്. ശരീരമെല്ലാം ക്ഷീണിക്കുമ്പോഴും ബലഹീനമാകുമ്പോഴും ആമേൻ കർത്താവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, സിറ്റുവേഷനല്ല, മാറ്റം നമ്മളിലാണ്. ഇപ്പോഴാണെങ്കിൽ മരുന്ന് കഴിപ്പില്ല. ആമേൻ ആമേൻ. അത് എപ്പോഴോ അതങ്ങ് നിന്നുപോയി. പക്ഷെ വറീഡല്ല, അത് സംബന്ധിച്ച് ആശങ്കയൊന്നുമില്ല. ആമേൻ. വിശ്വാസം കൂടി മരുന്നെടുത്ത് കളഞ്ഞൊന്നുമല്ല. ആമേൻ. ഇതെല്ലാം കൂടെ മുമ്പോട്ട് പോകാൻ പാടാണ്. സ്തോത്രം. ഹല്ലേലൂയ. മരുന്നിന് ഒരു തുക മാറ്റിക്കഴിയുമ്പം അരിക്ക് തുക മാറ്റാൻ കാണില്ല. അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി മരുന്നിനുള്ളത് അവോയ്ഡ് ചെയ്തു. ആമേൻ. പക്ഷേ ക്ലേശം വരാതെ നടത്തുന്നൊരു ദൈവമുണ്ട്. ഗുളിക കഴിക്കുന്നൊന്നും ബലഹീനതയായിട്ട് നീന്തരുത്, കാണരുത്. ശരീരത്തിൽ രോഗം വന്നത് ഏതാണ്ട് വലിയ അപരാധമായിട്ടൊന്നും കാണരുത്. ജഡം ഈ ഭൂമിയോട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇതിനകത്ത് ക്ലേശങ്ങളുണ്ടാകാം. പക്ഷെ ആ ക്ലേശങ്ങൾ നിങ്ങളെന്ന ആത്മീയനെ തളർത്താൻ പാടില്ല. സിറ്റുവേഷൻ മാറിയില്ലെങ്കിലും കുഴപ്പമില്ല, മാറ്റം ഉണ്ടാകേണ്ട നമ്മളിലാണ്. അതിനെ ജയിക്കുന്നൊരു ആത്മീയ അധികാരം നമ്മിൽ വ്യാപരിച്ചേ മതിയാകുകയുള്ളൂ. ഹല്ലേലൂയ. കഷ്ടതയുടെ നടുവ് ഇവിടം കൊണ്ട് തീർക്കാനാണ് നാട് കടത്തിയതെങ്കിൽ അവിടെ ഇരുന്നു കൊണ്ട് താൻ സ്വർഗീയ ദർശനം കാണുക. എന്നാലൊരു ആശ്വാസത്തിൻ്റെ ദൂത് പറയാം. താൻ കണ്ട മഹത്വത്തിനകത്ത് താൻ സ്വർഗവും പ്രതിഫലവും വാഴ്ചയും സഭയുടെ അധികാരമെല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോഴും തൻ്റെ ശരീരത്തിനാവശ്യമുള്ളത് കർത്താവ് മറന്നില്ല. താൻ കണ്ട മഹത്വത്തിനകത്ത് തൻ്റെ ശരീരത്തിനുള്ളതും അടങ്ങിയിരുന്നു. എന്ന് വരൂ എന്ന് പുറത്തു കൊണ്ടിരുന്നൊന്നും പറഞ്ഞില്ലായിരിക്കാം, പക്ഷെ കർത്താവ് പ്രവർത്തിക്കാതിരുന്നില്ല. നിങ്ങൾ ഒരിക്കൽ കേട്ട ദൂതിനെ സംബന്ധിച്ച് ചിലപ്പോൾ ആശ്വാസത്തിൻ്റെ 99 ദൂതും വേറെ കേട്ടില്ലെങ്കിലും ഒരിക്കൽ അരുളപ്പാട് പറഞ്ഞെങ്കിൽ അഗ്രഗണ്യന്മാരുടെ വാക്കുകളോ ശബ്ദങ്ങളോ ഒന്നും നിങ്ങൾക്ക് അനുകൂലമായി വന്നില്ലെങ്കിലും അത് ദൈവഹിതമാണോ അല്ലയോ എന്ന് നിങ്ങൾ ആലോചന കഴിച്ച് ആമേൻ ഭാരപ്പെടേണ്ടതൊന്നുമില്ല. നിങ്ങൾ ബലം പ്രാപിക്കുക. ആമേൻ. അവൻ്റെ കാര്യത്തിൽ നമ്മൾ അധികം ശ്രദ്ധ കൊടുക്കുമ്പോൾ, ആത്മീയതയിൽ നമ്മൾ തൂക്കം കൊടുക്കുമ്പോൾ നമുക്കുള്ളതിൽ ശ്രദ്ധ തരുന്നൊരു ദൈവമുണ്ട്. ആ ദൈവം നമ്മളെ നടത്തും. നിങ്ങൾ ഭാരപ്പെടരുത്. രോഗം നിമിത്തം നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ തളരരുത്. സാമ്പത്തിക പ്രശ്നങ്ങൾ നിമിത്തം നിങ്ങൾ ഭാരപ്പെടരുത്. എത്ര വലിയ വിഷയങ്ങളാണെങ്കിലും ആമേൻ ജഡപ്രകാരം വറീഡായിട്ട് ഇങ്ങോട്ട് വരരുത്. അതെല്ലാം തമ്പുരാൻ നീക്കുപോക്ക് നൽകി തരിക തന്നെ ചെയ്യും. ഒരാമേൻ പറഞ്ഞാട്ടെ. ഇനി വിടുതൽ തന്നാലും ആമേൻ, ഇല്ലെങ്കിലും അതല്ലേ എബ്രായബാലന്മാർ പറഞ്ഞു. അവർ പറഞ്ഞു ഈ ദൈവം ഞങ്ങളെ വിടുവിച്ചാലും എന്ന് പറഞ്ഞാൽ വിടുതലല്ല ഞങ്ങളുടെ ആത്മീയ ജീവിതം ഞങ്ങളെ നയിക്കുന്നത്. ആമേൻ. ഞങ്ങളുടെ ജീവസംരക്ഷണത്തിന് വേണ്ടിയല്ല ദൈവത്തെ സേവിക്കുന്നത്. ശത്രു വാദിക്കുന്നത് അതാണ്. ജീവൻ വേണമെങ്കിൽ തള്ളിപ്പറ. അതാണ് ഈ സുവിശേഷ വേലയിൽ ഉണ്ടാകുന്ന പീഡനത്തിനും ആ സെയിം ടോണാണ്. ആമേൻ. യേശുവിനെ തള്ളിപ്പറയാമെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യാം? വെറുതെ വിടാ. ആരാധിക്കാതിരിക്കാമെങ്കിൽ നിങ്ങളെ വെറുതെ വിടാ. ജീവൻ പണയം വെക്കുമ്പോൾ നമുക്ക് പറയാം ഞങ്ങൾക്ക് ജഡപ്രകാരമുള്ള ഒന്ന് വലിയ വിഷയം. അതാണ് എബ്രായ ലേഖനം തന്നെ 11-ാം അധ്യായം അതിൻ്റെ 35-ാം വാക്യത്തിന്റെ ബി പാർട്ട്. 35-ാം വാക്യം ഒന്ന് വായിച്ചാൽ എബ്രായ ലേഖനം. തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൂടാതെ ഭേദ്യമേറ്റു. ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ നോക്കിയേ 35-ാമത്തെ വാക്യത്തിൽ ബി പാർട്ട് എന്നെ ഒത്തിരി അധികം ബലപ്പെടുത്തിയൊരു വാക്കാണ്. അവിടെ പറയുന്നുണ്ട് ആമേൻ മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ. ഉദ്ധാരണം എന്ന് പറഞ്ഞാൽ വിടുതൽ. ഉദ്ധാരണം എന്ന് പറഞ്ഞാൽ വിടുതൽ.
ഉദ്ധാരണം കൈക്കൊണ്ടില്ല. വിടുതൽ, തമിഴിൽ പറയുന്നത് വിടുതலை പെற்றுക്കൊള്ളതற்கு സമ്മതമില്ലാമൽ. വിടുതൽ സ്വീകരിക്കാൻ അവർക്ക് സമ്മതം അല്ലായിരുന്നെന്ന്. നമുക്ക് എന്തേലും ഒരു ഇച്ചിരി സമ്മതം ഉണ്ടേ അതിനെ നല്ലൊരു ഉയർപ്പ് നടന്നില്ലെങ്കിലും ഒരു മികച്ച വിടുതലാണ് പലപ്പോഴും ആമേൻ ഒരു സമൂഹത്തിൻ്റെ മുഴുവൻ കാഴ്ചപ്പാട്. ഇവിടെ ഭക്തന്മാർ പറയുകയാണ് 32 മുതൽ 38 വരെയാണ് അതൊരു പാഠഭാഗമായിട്ട് നിൽക്കുന്നത്. അതിനകത്ത് 2 ഗണത്തെ കാണാം. ഒരു കൂട്ടർ വാളിൻ്റെ വായ്ക്ക് തെറ്റിയവർ, മറുകൂട്ടർ വാളാൽ കൊല്ലപ്പെട്ടവർ. ഒരു കൂട്ടർ ആമേൻ ആ യുദ്ധങ്ങളിൽ വീരന്മാരായവർ, മറ്റൊരു കൂട്ടർ തകർന്നു പോയവർ, ജീവൻ അർപ്പിക്കേണ്ടി വന്നവർ. പക്ഷേ ഇത് 2 കാറ്റഗറി തിരിച്ച് വാളിൻ്റെ വായ്ക്ക് തെറ്റിയവൻ മികച്ചവനും വാളാൽ കൊല്ലപ്പെട്ടവൻ പരാജിതനുമായിട്ട് കാണരുത്. ഇത് 2 ദൈവത്തിന് മുമ്പിൽ ഒരുപോലെയാണ്. ഇനി ഏമേൻ 35 ബി പാർട്ട് എന്നാണെന്നറിയാമോ? അവിടെ പറയുന്നത് ആമേൻ ഞങ്ങൾക്ക് ഉദ്ധാരണമല്ല വേണ്ടുന്നത്, ഞങ്ങളുടെ ശരീരത്തിൻ്റെ, അവിടെ പറയുന്ന ഉദ്ധാരണമെന്ന് പറയുന്നത് ശരീരത്തിൻ്റെ വിടുതലുകളാണ്. വിടുതലുകളല്ല ഞങ്ങൾക്ക് വേണ്ടുന്നത്. അവർ ഡെലിവറൻസ് അക്സെപ്റ്റ് ചെയ്തില്ലെന്നാണ് പറയുന്നത്, സ്വീകരിച്ചില്ല. ആമേൻ നിന്നെ വിടുവിക്കാൻ പോവാ, മാനിക്കാൻ പോകണം, അതൊന്നും ഞങ്ങൾക്ക് വിഷയമല്ല. ഞങ്ങൾക്ക് വിഷയം ദൈവരാജ്യമാണെന്ന്. ഞങ്ങൾക്ക് വിഷയം കാഹളം കേൾക്കുമ്പം പറക്കണം, അതാ ഞങ്ങളുടെ ചിന്ത. ആമേൻ ഞങ്ങളുടെ വിഷയം ഈ ശരീരത്തിനെ കുറിച്ചല്ല. ഞങ്ങൾ അത് സംബന്ധിച്ച് ആശങ്കയില്ല. വാളാൽ കൊല്ലപ്പെടാൻ നിൽക്കുമ്പോഴും അവർ പറയും ധൈര്യമായിട്ട് വെട്ടിക്കോ, ഞങ്ങൾക്ക് ഉദ്ധാരണം വേണ്ട, ഉയർപ്പ് മതി. ഉദ്ധാരണം കൈക്കൊണ്ടില്ല, കൈക്കൊള്ളാതെ മറ്റൊരു ഭാഷയിൽ പറയുന്നത് അവരതിനെ റിജക്റ്റ് ചെയ്തെന്നാ പറയുന്നത്. വിടുതലുകളെ റിജക്റ്റ് ചെയ്തു. ഞാനിങ്ങനെ മനസ്സിലാക്കി, നമ്മളെക്കാൾ ശ്രേഷ്ഠന്മാരായവർ, ക്രിസ്തു മഹത്വം അടുത്തറിഞ്ഞവർ റിജക്റ്റ് ചെയ്ത സാധനത്തിന് വേണ്ടി നമ്മൾ ഇന്ന് ഈ കിടന്ന് ആവേശം കൊള്ളുന്നത്. ഇന്ന് പകൽ നമുക്ക് മാറ്റാം. അരുമനാഥൻ ഇഷ്ടമെങ്കിൽ തരട്ടെ, തമ്പുരാൻ ഹിതമെങ്കിൽ വെളിപ്പെടട്ടെ. ഇല്ല, അവൻ്റെ ഇഷ്ടം നമ്മൾ ഇതിലൂടെ കടന്നു പോകുന്നതാണെങ്കിൽ അതിനും സ്തോത്രം പറഞ്ഞ് ദൈവഹിതത്തെ നമുക്ക് സമ്പൂർണ്ണമായി വഹിക്കാം. പക്ഷെ ഒരു കാര്യം പറയാം, അധികം വില കൊടുത്തവരും അധികം കഷ്ടം സഹിച്ചവരൊന്നും അലയാൻ ദൈവം സമ്മതിക്കത്തില്ല കേട്ടോ. ചിലപ്പോൾ നമ്മൾ വെച്ച ഒരു മാപ്പിനകത്ത്, നമ്മൾ വെച്ച ഒരു ചാർട്ടിനകത്ത്, നമ്മൾ വെച്ച ഒരു രീതിക്കനുസരിച്ചൊരു അത്ഭുതം നടന്നില്ലെങ്കിലും അധൈര്യപ്പെട്ടു പോകരുത്. ഇതിനെ കടക്കാനുള്ളൊരു കരുത്ത് ദൈവം നമ്മുടെ മേൽ തന്നിട്ടുണ്ട്. ചേർന്ന് രാമൻ പറഞ്ഞാട്ടെ. ഇവർ പറയാൻ ഞങ്ങൾക്ക് ജഡപ്രകാരമുള്ള ഒരു സംരക്ഷണവും വേണ്ട, ഞങ്ങൾക്ക് പുറമേ ഉള്ളതല്ല വിഷയം, ഞങ്ങളുടെ അകമേ ഉള്ളതാ. കാഹളധ്വനിയാണ് ഞങ്ങളുടെ വിഷയം, ഉദ്ധാരണമല്ല ഉയർപ്പാണ്. നമുക്ക് പറയാൻ കഴിയുമോ? നമുക്ക് പറയാൻ കഴിയുമോ? അമ്മേ റോമർ 8:18 ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ്, എന്നെ ഒത്തിരി ആവേശം കൊള്ളിക്കുന്ന വാക്കാണ്. റോമർ 8:18 വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ആമേൻ. എല്ലാവരും എന്നെ ശ്രദ്ധിച്ച്, നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ഇതാണ് നമുക്കുണ്ടാകേണ്ടുന്ന കാഴ്ചപ്പാടിലെ മാറ്റം. നമ്മൾ പറയേണ്ടത് എന്താണ്? ആമേൻ. കഷ്ടങ്ങൾ സാരമില്ല, പ്രതികൂലങ്ങൾ സാരമില്ല. ഹലോ, ഞാൻ പകല് പറഞ്ഞതുപോലെ നമ്മൾ പകലെന്താ കേട്ടെ? പൗലോസ് ഒരുപാട് വലിയ ക്ലേശങ്ങൾക്ക് പൗലോസ് കൊടുത്ത ചെറിയ പേര് ബലഹീനത അല്ലേ? വലിയ പ്രശ്നങ്ങളെ നിസ്സാരമായി കാണുകയാണ്. കണ്ണിങ്ങനെ പഴുത്തൊഴുകുമ്പോഴും നിസ്സാരമായി കാണുകയാണ്. ദുർഗന്ധം വമിക്കുമ്പോഴും നിസ്സാരമായി കാണുകയാണ്. ഹല്ലേലൂയ. എന്നാൽ നിങ്ങൾ നോക്കണം, പുറമെയുള്ളത് രോഗം വരുമ്പോൾ പറയണം, ക്ലേശങ്ങളുടെ മധ്യേ, പ്രതികൂലങ്ങളുടെ നടുവിൽ അകത്തെ മനുഷ്യൻ ബലം പ്രാപിച്ചവൻ്റെ വാക്കാണ്, ഇത് സാരമില്ല, എൻ്റെ മേലൊരു തേജസ് വെളിപ്പെടാനുണ്ട്. അപ്പം ഞങ്ങൾ വന്നിട്ട് പറയാ, സഹോദരി ഒരു വലിയ പ്രതികൂലം വരുന്നുണ്ട്. അപ്പം നിങ്ങൾ പറയണം സാരമില്ല വാസ്ത്രേ, ഒരു തേജസ് വെളിപ്പെടുന്നുണ്ട്. അച്ഛാ ഒരു പ്രതികൂലം ആഞ്ഞടിക്കുന്നു, അവിടെ നിന്ന് ഇങ്ങനെ പത്തി വിടർത്തി നിൽക്കുന്നു. എവിടുന്ന് പത്തി വിടർത്തിയാലും വിഷയമില്ല, അതെനിക്ക് സാരമില്ല, എൻ്റെ മേലൊരു തേജസ് വെളിപ്പെടാനുണ്ട്. വെളിപ്പെടാനുള്ള തേജസ്സിനെ ഓർത്ത് ഇന്നത്തെ കഷ്ടങ്ങളെ ജയിക്കാനുള്ളൊരു ആത്മകരുത്ത് പ്രാപിച്ചേ മതിയാകൂ. ഒരു കംപ്ലൈൻറ്റ് ഞാൻ പറയാം, നിങ്ങളെല്ലാവരും കൂടെ ഈ കഷ്ടവും ദുഃഖവും ദുരിതവും പ്രതികൂലം പ്രതിസന്ധി രോഗവും കടവും ഇവയെല്ലാം നിങ്ങളെല്ലാവരും സാരമില്ലെന്ന്
നിങ്ങളെല്ലാവരുടെയും കഷ്ടം സാരമില്ലെന്നെണ്ണിയാൽ ഞങ്ങളീ പലതും, കാരണം നിങ്ങൾക്കൊക്കെ കഷ്ടമുള്ളത് കൊണ്ടാണ് ഞങ്ങളീ പലതിൻ്റെയും കഷ്ടം മാറിക്കിടക്കുന്നത്. സ്തോത്രം. കാര്യം മനസ്സിലാവുന്നുണ്ടോ? ചിലരിങ്ങനെ പിടിവിടാതിരിക്കുകയാണ്. കാരണം മനസ്സിലാകാത്തതല്ല, പിടിവിടാൻ പാടില്ല. സ്തോത്രം. ഹല്ലേലൂയ. പറഞ്ഞേ, പ്രതികൂലം വരുമ്പോൾ പറ സാരയില്ല, അവിടുന്ന് കിഴക്കുന്ന് പടിഞ്ഞാറുന്ന് സാരയില്ല. കൂടിപ്പോയാൽ നീ എൻ്റെ ശരീരത്തെ തൊടുമായിരിക്കാം. ആമേൻ. അങ്ങേറ്റം പോയാൽ നീ എന്നെ കല്ലറക്കേറ്റുമായിരിക്കാം. എൻ്റെ നിത്യത തടയാൻ നിന്നെ കൊണ്ട് പറ്റില്ലല്ലോ. ഇതൊക്കെ പറഞ്ഞ ആത്മാവിൽ അകത്തെ മനുഷ്യൻ ബലം പ്രാപിക്കണം. പുറമേയുള്ളവൻ ക്ഷയിച്ചാൽ നിങ്ങൾ തളർന്നു പോകരുത്. പുറമേയുള്ളവൻ്റെ ബലഹീനത, പുറമേയുള്ളവൻ്റെ ക്ഷീണങ്ങൾ നിങ്ങളുടെ ആത്മമണ്ഡലങ്ങളെ ബാധിക്കരുത്. പുറമേയുള്ളവൻ്റെ ബദ്ധപ്പാടുകൾ നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ദുർബലനാകരുത്. പുറമേയുള്ള മനുഷ്യന് രൂപമുള്ളതുപോലെ, പുറമേയുള്ള മനുഷ്യന് ആകൃതിയുള്ളതുപോലെ, സൗന്ദര്യമുള്ളതുപോലെ, ആരോഗ്യമുള്ളതുപോലെ അകത്തെ മനുഷ്യൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. നമ്മുടെ ആലയത്തിൽ മുഴങ്ങുന്ന ദൂതുകൾ, ഇവിടെ കേൾക്കുന്ന വചനങ്ങൾ, ഇവിടെ വെളിപ്പെടുന്ന ശുശ്രൂഷകൾ നമ്മുടെ ആത്മമണ്ഡലം പണിയുന്നതാകട്ടെ. കാരണം നമ്മൾ നിൽക്കുന്നത് കളിക്കളത്തിലല്ല. ഇതോടെ 37 വർഷമായിട്ടും 27 വർഷം പിന്നിടുമ്പോഴും അവരിന്നും ബാലുകൂടി മാറിയിട്ടില്ല. മാന്യമുള്ളവരായിരിക്കുമ്പോൾ അവരോട് പറയുകയാണ്, നിങ്ങൾ കാലം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരാണെങ്കിലും ഇപ്പോൾ പാലുകൂടി മാറിയിട്ടില്ല. ഇപ്പോഴും ശൈശവശീലങ്ങൾ മാറിയിട്ടില്ല. ശിശുവിനെ പോലെ പ്രതികരിക്കുന്നു, ശിശുവിനെ പോലെ സംസാരിക്കുന്നു, ശിശുവിനെ പോലെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് മാറ്റമുണ്ടാകണം. കാരണം സഭ നിൽക്കുന്നത് കളിക്കളത്തിലല്ല, യുദ്ധക്കളത്തിലാണ്. യുദ്ധക്കളത്തിൽ കുഞ്ഞുകളി പാടില്ല. യുദ്ധക്കളത്തിൽ നമുക്കുണ്ടാകേണ്ട വേഷം യോദ്ധാവിൻ്റെ വേഷമാണ്. യുദ്ധക്കളത്തിൽ നമ്മൾ പടയാളിയുടെ വേഷമാണ്. കുട്ടിയുടുപ്പുകളെല്ലാം മാറ്റിവെക്കുക, ശരീരം എൻജോയ് ചെയ്യുന്ന മനോഭാവങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് ആത്മാവിൽ പോരാടാം. കാരണം നമ്മുടെ ശത്രു ബലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ തലമുറയിൽ നമ്മൾ മന്ദീഭവിക്കാൻ പാടില്ല. ആത്മാവിൽ മടങ്ങി വരേണ്ടുന്നത് അത്യന്താപേക്ഷിതമാണ്. ഹല്ലേലൂയ. ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവമക്കളെ, ഒരിക്കൽ ദൂത് പറഞ്ഞവർ, ഒരിക്കൽ വെളിപ്പാട് പറഞ്ഞവർ, ഒരിക്കൽ ആത്മാവിൽ കരുത്തരായവർ ചില പ്രശ്നങ്ങളുടെ നടുവിൽ ദുർബലരായി പോയ നിമിഷങ്ങളുണ്ട്. അവയെല്ലാം പരിശുദ്ധാത്മാവ് കാണുകയാണ്. ഇന്ന് രാത്രി നമുക്കൊന്ന് മടങ്ങി വരാം. ദൈവാത്മാവ് ചിലരെ പണിയുന്നു. നമ്മുടെ കൈയും കാലും ചങ്ങലേ കിടക്കുമ്പോഴും അടുത്തൊന്നിനെ സ്നാനത്തിലേക്ക് നയിക്കാനുള്ള, നമ്മൾ പ്രതികൂലത്തിലൂടെ കടന്നു പോകുമ്പോഴും കൂടിരിക്കുന്നവനെ നിത്യതയുടെ ഭാഗമാക്കി മാറ്റാനുള്ള ഒരാത്മീയ കാഴ്ചപ്പാടിലേക്ക് നമ്മൾ പുറത്തു വന്നേ മതിയാകുകയുള്ളൂ. ഹല്ലേലൂയ. ഞാൻ വീണ്ടും പറയാം, വിടുതലുകൾ നിസാരമെന്നെണ്ണിയതല്ല. നിങ്ങളുടെ രൂപാന്തരത്തിനകത്ത്, നമ്മളുടെ മാറ്റത്തിനകത്ത് നമുക്ക് അനിവാര്യമായ വിടുതലുകൾ അടങ്ങിയിട്ടുണ്ട്. ആമേൻ. പത്മോസിൽ കിടന്ന് സ്വർഗം മാത്രം കണ്ട് അവിടെ കിടന്ന് തീരുകയായിരുന്നില്ല. ആമേൻ. സ്വർഗീയ ദർശനങ്ങൾ ഏറ്റെടുത്തവന്റെ ശരീരത്തിന്റെ ഉത്തരവാദിത്വം ദൈവത്തിന്റെ കയ്യിലാണ്. അനിവാര്യമായ വിടുതലുകളെ ദൈവം പ്രദാനം ചെയ്തു. ഇന്ന് രാത്രി എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടയട്ടെ. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടയട്ടെ. എല്ലാ ദരങ്ങളും തുറന്ന് 40 നിമിഷം കൊണ്ട് ദൈവത്തെ സ്തുതിച്ചു തുടങ്ങുക. അർദ്ധനാദിയ. പുറമേ ഉള്ളവൻ ക്ഷയിച്ചാലും അകമേയുള്ളവൻ നാൾക്ക് നാൾ ബലം പ്രാപിക്കണം. അകമേയുള്ളവൻ നാൾക്ക് നാൾ ബലം പ്രാപിക്കണം. ആത്മകരങ്ങൾ, ആത്മാവിലുള്ള ആൾ രൂപം അതൊന്ന് ശക്തിപ്പെടട്ടെ. അതതിന്റെ സൗന്ദര്യത്തിലേക്ക് മടങ്ങി വരട്ടെ. ആത്മമനുഷ്യന്റെ വൈകൃതങ്ങൾ, ആത്മമനുഷ്യന്റെ രൂപമില്ലായ്മ, ആത്മമനുഷ്യന്റെ ആരോഗ്യമില്ലായ്മ, ആ ദുർബലത, അവയെല്ലാം ഇന്ന് ഈ പ്രാർത്ഥനയിൽ പരിഹരിക്കപ്പെടണം. എല്ലാവരും ദൈവസ്ഥലത്തിൽ നിന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. ഇതുവരെയും പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാത്ത സഹോദരങ്ങൾ ദൈവജനം വായികൾ തുറന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. അവന്റെ ആത്മാവിനാൽ നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെട്ടു വരണം. നിങ്ങൾ ഇന്ന് നേരിടുന്ന വിപത്തുകൾ ഏതിരുന്നാലും, ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന ക്ലേശങ്ങൾ ഏതിരുന്നാലും, ആത്മാവിലുള്ള ബലം, നിങ്ങളിലെ രൂപാന്തരം, നമ്മുടെ രൂപാന്തരം
എന്റെയും നിങ്ങളുടെയും രൂപാന്തരം, നമ്മളുടെ മാറ്റം, അതിനകത്ത് ജയം അടങ്ങിയിട്ടുണ്ട്. അതിനകത്ത് ജയം അടങ്ങിയിട്ടുണ്ട്. രോഗം നിമിത്തം ഭാരം അനുഭവിക്കുന്നവർ ഇന്ന് രാത്രിയെ കണ്ടുമാറ്റ്. പരിശുദ്ധാത്മാവിനാണ് പൂർണ്ണ ഉത്തരവാദിത്വം. നിങ്ങളുടെ ശരീരങ്ങൾ നിങ്ങൾക്കുള്ളതല്ല. നിങ്ങളുടെ ശരീരങ്ങൾ നിങ്ങൾക്കുള്ളതല്ല. അത് പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്. അത് ദൈവത്തിന്റെ മന്ദിരമാണ്. നമ്മൾക്കുള്ളതോ നമുക്കില്ലാത്ത ഒന്നിന്മേൽ നമ്മൾ അധികം ഭാരപ്പെടേണ്ടതില്ല. നമ്മുടെ ആത്മതലങ്ങളെ ദുർബലപ്പെടുത്തുന്ന ഭൗതിക മണ്ഡലങ്ങളിലെ പ്രതിസന്ധികളെ ധാരണം ചെയ്യുന്ന ഒരു രൂപാന്തരം ഇന്ന് രാത്രി നമ്മിലത് വെളിപ്പെടട്ടെ. പത്മോസ് അല്ല മാറുന്നേ, നിങ്ങൾ നിൽക്കുന്ന സാഹചര്യമല്ല മാറുന്നേ, നമ്മളുടെ ചുറ്റുപാടുകളല്ല മാറുന്നത്. മാറ്റം ഇന്ന് രാത്രി നമ്മളിൽ സംഭവിക്കുകയാണ്. നമ്മിലാ മാറ്റം സംഭവിക്കുകയാണ്. എല്ലാവരും വായികൾ തുറന്ന് അല്പ നിമിഷം കൂടെ സ്തുതിച്ചുകൂടുക. പരിശുദ്ധന്റെ കാര്യം ഓരോ പ്രിയപ്പെട്ടവരെയും തൊടുകയാണ്. ഓരോ പ്രിയപ്പെട്ടവരുടെ മേലും അത് വെളിപ്പെടുകയാണ്. ഈ കഷ്ടങ്ങളെ സാരമില്ലെന്നെണ്ണുവാനുള്ള, ഈ കഷ്ടങ്ങളെ നിസ്സാരമെന്ന് കാണാനുള്ള ഒരാത്മീയ കരുത്ത് ദൈവശക്തിയുടെ അളവറ്റ വ്യാപാരം ഭൗമികമായതിലെ ആശ്വാസം കണ്ടെത്താനല്ല, അതിനെ ജയിക്കുന്നൊരു അധികാരം ഇന്ന് രാത്രി ദൈവജനത്തിന്റെ മേൽ. സമർപ്പിക്കാം. ഇമ്പമുള്ള ജീവിതവും ഏറെ ധന മാനങ്ങളും, ഇമ്പമുള്ള ജീവിതവും ഏറെ ധന മാനങ്ങളും, തുമ്പമറ്റ സൗഖ്യങ്ങളും ചോദിക്കുന്നില്ലേ, തുമ്പമറ്റ സൗഖ്യങ്ങളും ചോദിക്കുന്നില്ലേ, നിന്റെ ഹിത പോലെയൻ നിത്യം നടത്തി. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് തിരുവെഴുത്തിന് മുമ്പിൽ സമർപ്പിക്കുന്നു. സാഹചര്യങ്ങളെ മാറി ഞങ്ങൾ അങ്ങനെ തന്നെ തുടരുന്നവരായിട്ടല്ല, സാഹചര്യങ്ങൾ മാറിയില്ലേലും ചുറ്റുപാടുകൾക്ക് മാറ്റം ഉണ്ടായില്ലേലും ഞങ്ങളിലൊരു രൂപാന്തരം സംഭവിക്കുകയും ഇന്ന് നിലവിലുള്ള പ്രതിസന്ധികളെ, ഈ ചുറ്റുപാടുകളെ മറികടന്നു പോവുകയും ചെയ്യുന്ന ഒരാത്മീയ കരുത്ത് ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് ഞങ്ങളെ പണിയുന്ന വചനങ്ങൾക്ക് നന്ദി. വിവിധ ആവശ്യങ്ങൾ, ഭാരങ്ങൾ, വേദനകളോടെ ദൈവസന്നിധിയിൽ അടുത്തു വന്ന ദൈവജനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് തൻ്റെ മകളെ, തൻ്റെ ജനത്തെ പണിയണമേ. ഞങ്ങളുടെ അകത്തെ മനുഷ്യൻ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിന് അങ്ങയുടെ ആത്മസന്ദർശനം ഞങ്ങളുടെ മേലയക്കണമേ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ. ഈ വചനങ്ങളാൽ ദൈവം അനുഗ്രഹിക്കട്ടെ.
ഒരു പ്രാവശ്യം കൂടെ ഈ ദൈവസഭയിൽ കടന്നു വന്ന് ശുശ്രൂഷിപ്പാൻ ദൈവം ഒരവസരമൊരുക്കിയതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ആമേൻ എന്നെ ക്ഷണിച്ച കർത്താവിൻ്റെ ദാസനോടും സഭയോടുമുള്ള നന്ദിയും അറിയിക്കുന്നു. വിലയേറിയ നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ വീണ്ടും ചോദിക്കുന്നു. ഒറീസയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ആമേൻ. നിങ്ങൾക്ക് വരാം, ഒറീസയിലേക്ക് സ്വാഗതം. നിങ്ങൾ വരണം. ആമേൻ. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ വേലയിൽ ഭാഗമാക്കാകാം. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. മാറാനാഥ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. രാത്രിയിലും വ്യക്തമായ ദൈവത്തിൻ്റെ ആലോചന, ദൈവത്തിൻ്റെ ശബ്ദം ദൈവം നമുക്ക് തരുവാനിടയായല്ലോ. പലപ്പോഴും ആദ്യപാഠങ്ങൾ മുറുകെ പിടിച്ചായിരിക്കുന്ന അനുഭവങ്ങളിൽ നിന്ന് കട്ടിയായ ആഹാരം, വിശ്വാസത്തിൻ്റെ പുതിയ അനുഭവങ്ങളിലേക്ക് പിന്നെയും ദൈവം നമ്മെ നടത്തുവാൻ വേണ്ടി നമുക്കൊരു നിമിഷം കൂടെ കേട്ട വചനത്തിൻ്റെ മുൻപിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് നാം ശക്തിയോടെ ബലപ്പെടേണ്ടതാകുന്നു. ഹല്ലേലൂയ. ഈ ലോകത്തിൽ നമുക്കുള്ളതെല്ലാം മാഞ്ഞു പോകുന്നതാണ്. എന്നാൽ നമ്മൾ ഇറങ്ങിത്തിരിച്ചത് നിത്യമായ ഒന്നിനു വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. നിത്യതയ്ക്ക് വേണ്ടി. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിൻ്റെ വചനം യഥാർത്ഥമായി ഭക്ഷിച്ചുകൊണ്ട് ശക്തിയോടെ മുന്നോട്ട് പോകുവാൻ ഇന്ന് കേട്ട വചനത്തിന് മുൻപിൽ നമുക്കെല്ലാവർക്കും ഒരു നിമിഷം നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. കാണുന്നത് താൽക്കാലികം, കാണാത്തത് നിത്യം. ഹല്ലേലൂയ. കാണാത്ത അനിത്യമായുള്ളതിനു വേണ്ടി അനുനിമിഷം ഒരുങ്ങുവാൻ ഹല്ലേലൂയ വചനങ്ങൾ പിന്നെയും നമ്മുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവാണി അക്ഷരം പോലെ പതിപ്പിച്ച് അനുനിമിഷം നമ്മെ കഥാനിത്യതയ്ക്ക് വേണ്ടി ഒരുക്കേണ്ടതിനായിട്ട് എല്ലാവരും ഒരു നിമിഷം അധരം തുറന്ന് ദൈവത്തിനൊന്ന് സ്തോത്രം പറയാം. ഹല്ലേലൂയ. ദൈവം നമ്മെ ഒരുക്കട്ടെ, ദൈവം നമ്മെ പണിയട്ടെ. കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ കർത്താവ് നമ്മെ മെനഞ്ഞെടുക്കുവാൻ ഈ അന്ത്യകാലത്തില് വ്യത്യസ്തരായിട്ട് PMG സഭകൾ, പ്രത്യേകിച്ച് പാളയം സഭയിലുള്ള എല്ലാവരും, നാം ഓരോരുത്തരും, ഞാൻ ഉൾപ്പെടെ എല്ലാവരും പിന്നെയും ആത്മാവിൽ ഒരുക്കപ്പെട്ട് കർത്താവിൻ്റെ സഭയ്ക്ക്, നിത്യതയ്ക്ക് നാം എല്ലാവരും പ്രയോജനമുള്ളവരായി വളരുവാൻ നമുക്ക് വചനത്തിന് മുൻപിൽ താഴ്ത്തി സമർപ്പിക്കാം. ഇന്ന് രാത്രിയിൽ പകല് ഒക്കെയും അനുഗ്രഹിത വചനങ്ങൾ നമ്മുടെ മധ്യേ പ്രഘോഷിപ്പാൻ കർത്താവിനാൽ അയക്കപ്പെട്ട കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ഒരു നിമിഷം നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. താൻ പ്രവർത്തിക്കുന്ന ഒഡീഷയുടെ ഡിസ്ട്രിക്ട് സ്റ്റേറ്റിനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അവിടെയുള്ള എല്ലാ പ്രവർത്തന മണ്ഡലങ്ങളെയും ദൈവം അനുഗ്രഹിക്കേണ്ടതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. വലിയ വിശാലത ദൈവം കൊടുക്കുവാൻ, കഷ്ടങ്ങളുടെ മധ്യയിൽ, പ്രതികൂലങ്ങളുടെ മധ്യയിൽ, ഹല്ലേലൂയ, പീഡനങ്ങളുടെ മധ്യയിലൊക്കെ ആയിരിക്കുമ്പോൾ, ഓരോ ദിവസവും അവിടുത്തെ നിയമങ്ങൾ മാറി വരുമ്പോൾ, പ്രശ്നങ്ങൾ, ഹല്ലേലൂയ, ഈ ദിനങ്ങളിലും നമ്മൾ വാർത്തയിൽ വായിച്ചല്ലോ, അനേകർക്ക് ഉപദ്രവങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അനുഭവം. കർത്താവിൻ്റെ ദാസനെ, സഭകളെ ഹല്ലേലൂയ ദൈവം അനുഗ്രഹത്തോടെ നടത്തുവാൻ ഒരു നിമിഷം എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ട് ആ ദേശത്തിന് വേണ്ടി കർത്താവിൻ്റെ ദാസനെ, ആ സഭയെ, ഹല്ലേലൂയ ശുശ്രൂഷകളെ, ആ സ്റ്റേറ്റിനെ ദൈവം എല്ലാ നിലകളിലും അനുഗ്രഹിപ്പാൻ എല്ലാവരും, ഇന്ന് മാത്രമല്ല ഓരോ ദിവസവും നമ്മൾ വടക്കേ ഇന്ത്യയിലെ സ്റ്റേറ്റുകളെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടവരാണ്. നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പട്ടണങ്ങൾ പിടിക്കപ്പെടുവാൻ, ദേശങ്ങൾ കർത്താവിന്റെ നാമത്തിന് വേണ്ടി ആയിത്തീരുവാൻ, ഹല്ലേലൂയ, സഭകള് സ്ഥാപിക്കപ്പെടുവാൻ, ആത്മാക്കൾ വിടുവിക്കപ്പെടുവാൻ ദൈവം വഴികളെ തുറക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പകലും രാത്രിയിലും ഇവിടെ അനുഗ്രഹിത ശുശ്രൂഷ ചെയ്ത കർത്താവിന്റെ ദാസനോടുള്ള സഭയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായുള്ള പേരിലും നന്ദി അറിയിക്കുകയാണ്. നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ടി ഫർഡിനൻ പാസ്റ്റർ മുൻപോട്ട് കടന്നു വന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കും. പ്രൈസ് ഗോഡ്. കണ്ണുകളടയ്ക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനും നീതിമാനുമായ സ്വർഗീയ നല്ല പിതാവേ, മനോഹര സമയത്തിനായി നന്ദിയോടെ ഞങ്ങളങ്ങേ വാഴ്ത്തുകയാണ്. സ്തോത്രം. പാളയം സഭയുടെ വാസപ്രാർത്ഥനയുടെ രണ്ടാമത്തെ രാത്രികാലം സഭയായി ഞങ്ങൾക്ക് ഒരുമിച്ച് തിരുമുഖത്തേക്ക് നോക്കുവാൻ കർത്താവിടന്നൊരുക്കിയ സാക്ഷ്യത്തോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണപ്പോൾ. ഹല്ലേലൂയ. ഭൗതികമായ വിഷയങ്ങൾക്ക് വേണ്ടിയല്ല, ഞങ്ങളുടെ ആത്മാവിനെ ബലപ്പെടുത്തുവാൻ സ്തോത്രാത്മാക്കളുടെവനായ കർത്താവെന്ന് ഞങ്ങളോട് കർത്താവിൻ്റെ ദാസനിലൂടെ ഹൃദ്യമായി സംസാരിച്ച ദൈവശബ്ദങ്ങൾ ഞങ്ങൾ ഏറ്റെടുക്കുവാൻ കർത്താവയോടും സഹായിക്കണമേ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അകത്തെ മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുവാൻ കർത്താവേ സ്തോത്രം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. തികഞ്ഞ ആത്മീയരായി സ്തോത്രം ഞങ്ങളെ വാർത്തെടുക്കണമേ. ഇവിടത്തേക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്ന കർത്താവെ കേൾപ്പിച്ച ദൈവജനത്തിന് മുമ്പാകെ ഞങ്ങളെ ഹല്ലേലൂയ താഴ്ത്തി ഏൽപ്പിക്കുകയാണ്. സ്തോത്രം. ഇന്ന് പകലും രാത്രിയുമായി
ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശുശ്രൂഷിച്ച താൻ്റെ ദാസൻ റിജി ജോസഫ് പാസ്റ്ററിനായി സ്തോത്രം. ഒഡീഷയുടെ പ്രദേശത്ത് കർത്താവേ അവിടുത്തെ ഹല്ലേലൂയ സ്തോത്രം വേലയ്ക്ക് ചുമല് കൊടുത്തുകൊണ്ട് സ്തോത്ര ടീമുകളെ നയിച്ചുകൊണ്ടായിരിക്കുമ്പോൾ ദാസനെയും ഹല്ലേലൂയ കുടുംബത്തെല്ലാം കർത്താവോടെ ശക്തീകരിക്കണം. എൻ്റെ ടീമിനെ ഹല്ലേലൂയ സ്തോത്ര മാസങ്ങളിൽ സ്തോത്രം അവിടെ അനുഭവിച്ചുകൊണ്ടും കള്ളക്കേസുകളിൽ സ്തോത്രനേകർ കുടുങ്ങിയിരിക്കുമ്പോൾ സ്തോത്രൻ്റെ മധ്യേ ദൈവത്തിൻ്റെ പ്രവൃത്തിയോടെ വെളിപ്പെടുവാൻ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം താവേ സ്തോത്ര ഞങ്ങൾക്ക് സഭയായി ഹല്ലേലൂയ ദേശങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ ഇന്നത്തെ സ്തോത്രവാസ പ്രാർത്ഥന ഇത്രത്തോളം അനുഗ്രഹമാക്കി തീർത്ത വലിയ കൃപയെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്ര ആത്മീയ മനുഷ്യനെ ശക്തിപ്പെടുവാൻ തക്കവണ്ണം ഹല്ലേലൂയ സ്തോത്രം ഇങ്ങനെ പുറമേയുള്ളവൻ ക്ഷയിക്കുമ്പോൾ ഹല്ലേലൂയ ആത്മാവിൽ സ്തോത്രം ബലപ്പെട്ടുകൊണ്ട് നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. സ്തോത്ര നാളെ നടക്കുന്ന 12 മണിക്കൂർ പ്രാർത്ഥന സംഗമത്തെ കർത്താവോട് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സ്തോത്ര വിഷയങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ ജനമെല്ലാം അതിൽ ഭാഗവക്കുകളായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ. പാളയം സഭയെ ഏൽപ്പിക്കുന്നു. ഗാവേ സ്തോത്രം വിലപ്പെട്ട കർത്താവിൻ്റെ ദാസന്മാരെ ഏൽപ്പിക്കും. ടി എം കോശി പാസ്റ്ററേയും കുടുംബത്തിനായി ജോബിൻ ജോസഫ് പാസ്റ്ററും കുടുംബത്തിനായും പ്രാർത്ഥിക്കുന്നു. സഭയെ നയിപ്പാൻ അവർക്കായിട്ട് നിൽക്കുവാൻ കർത്താവുടൻ ശക്തി വരണമേ എന്ന് കടന്നു വന്ന ദൈവജനത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. വിധാവിഷ്യങ്ങളുടെ മുഖത്ത് ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിൻ്റെ പ്രവൃത്തി സ്തോത്രം വെളിപ്പെടുത്തുമാറാകണമേ. എളിയവനെയും താഴ്ത്തി തിരുകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. അവിടുത്തെ പുത്രൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേട്ടുപിടിക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. സ്തോത്രം. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനാൽ ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രം 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 സ്തോത്രം. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനാം യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശ്വസിച്ച് വഴി നടന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും നാം ഏവരോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വേഗം വരണമേ. ആമേൻ ആമേൻ.